നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. സംഭവ ബഹുലമായ ഒരു ഇലക്ഷൻ പ്രചരണ കാലയളവിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിന്റെ ഒരു ഇലക്ഷൻ പ്രചരണത്തിലെ ആ ഒരു ചരിത്രം നാം പരിശോധിക്കുമ്പോൾ വളരെ ഒരു ആതിഥ്യം നിറഞ്ഞ ഒരു പ്രചരണ സംസ്കാരം, ആ ഒരു രീതി കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ അവലംബിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഒരു ഇലക്ഷനിൽ, കേരളത്തിൽ നടന്ന ലോക്സഭാ ഇലക്ഷനിൽ നമുക്ക് കാണാൻ സാധിച്ചത് വികസനം എന്ന ആ ഒരു വിഷയത്തെക്കാൾ അപ്പുറം ഭയപ്പെടുത്തി വോട്ട് ചോദിക്കുക എന്ന ഒരു രീതിയിലേക്ക് പല രാഷ്ട്രീയ പാർട്ടികളും നീങ്ങുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലേക്ക്, വാട്സപ്പ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, എക്സ് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, അതിലേക്കൊക്കെ ഒരു പിടി വ്യാജ വീഡിയോകളുടെ ഒരു പ്രളയം തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. ഞങ്ങൾ അധികാരത്തിലെത്തുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും എന്ന വിഷയത്തെക്കാൾ അപ്പുറം അവർ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ അവർ നിങ്ങളോട് എന്ത് ചെയ്യും എന്ന ആ ഒരു പ്രചരണ തന്ത്രമാണ് പലരും അവലംബിച്ചത്. അത് ഒരു ജനാധിപത്യ സംസ്കാരത്തിന് ഒട്ടും തന്നെ ഭൂഷണമല്ല. ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു എലക്ഷൻ കഴിഞ്ഞു, ഒപ്പം തന്നെ ഭയപ്പെടുത്തലുകളും. ഈ ചർച്ചയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ സ്കോട്ട് സ്ലീബ പുളിമൂടൻ, ഒപ്പം തന്നെ കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ ചാക്കോ കളമ്പറമ്പിൽ, ഒപ്പം യുവജന പ്രതിനിധി ശ്രീ അമൽ ശ്രീയേക്. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ സ്കോട്ട് സ്ലീബ പുളിമൂടൻ, പ്രത്യേകിച്ച് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള ചർച്ചകൾ ഈ ഷെക്കീന ബിഗ് ഡിബേറ്റ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നാം നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ തൊട്ടു മുമ്പുള്ള ആ ഒരു ആഴ്ചകളിൽ അന്നൊക്കെ നാം ചർച്ച ചെയ്ത ഒരു ആശങ്കകളൊക്കെ ശരിവെക്കുന്ന രീതിയിലാണ് നമുക്ക് ഈ ഇലക്ഷൻ പ്രചരണ രീതികളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയുണ്ട്. ഈ പ്രചരണ കാലയളവിൽ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഒരു പിടി വ്യാജ വീഡിയോകളുടെ ഒരു പ്രളയം തന്നെയായിരുന്നു നമ്മുടെ വാട്സപ്പിലൂടെയൊക്കെ വന്നത്. അത് പുറം രാജ്യങ്ങളിൽ നടക്കുന്ന ചില സംഭവങ്ങൾ പോലും അത് ഇന്ത്യയിലാണ് നടക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ടാണ് പല വീഡിയോസും വരുന്നത്. പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ക്രൈസ്തവ സമൂഹം വളരെയധികം, അല്ലെങ്കിൽ ഇന്ന പാർട്ടി അധികാരത്തിൽ വന്നാൽ ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാവി അവതാളത്തിലാകും എന്നൊക്കെ കാണിച്ചൊരു വല്ലാത്തൊരു ക്രൈസ്തവ പ്രേമം. പക്ഷെ ആ ഒരു ക്രൈസ്തവ പ്രേമം ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ സ്വിച്ചിട്ട പോലെ നിൽക്കുന്ന ഒരു കാഴ്ച, ഇത് യഥാർത്ഥത്തിൽ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ജനാധിപത്യ ഒരു സംസ്കാരത്തിന് ഭൂഷണമാണോ? ഇവർ കാണിച്ചത് ഒരു യഥാർത്ഥ ഒരു ക്രൈസ്തവ സ്നേഹം തന്നെയാണോ? ഫാദർ സ്കോട്ട് സ്ലീബ പുളിമൂടൻ. തീർച്ചയായിട്ടും ഈ വിഷയത്തോടെ സംസാരിക്കുമ്പോൾ എനിക്കുന്ന ഒരു അതിശയകരമായിട്ട് തോന്നുന്നു. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ഒരു സ്പിരിച്വൽ ഫാദർ ആയിരിക്കുന്ന ജോൺ കമ്പാറച്ചനുമായിട്ട് സംസാരിക്കാനിവിടെ. അച്ഛനടുത്ത് കുറച്ചു നേരം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ ഞങ്ങളുടെ സംസാരങ്ങളുടെ യാദൃശ്ചികമായിട്ട് വന്ന ഈ ഒരു ടോപ്പിക്കാണ് ഇന്ന് ഈ ഷെക്കീന ചർച്ചയ്ക്ക് വേണ്ടി എടുത്തതെന്ന് കാണുമ്പോൾ ഒരു കോയിൻസിഡൻസ് എനിക്ക് ഇവിടെ തോന്നുകയാണ്. കാരണം സാധാരണപ്പെട്ട ആളുകളും അല്ലെങ്കിൽ സമൂഹത്തിന്റെ കാര്യങ്ങൾ നോക്കിക്കാണുന്ന കുറേയേറെ ആളുകളും ഈ വക വിഷയങ്ങളിൽ ഒരു ചിന്ത നിലനിൽക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ വ്യക്തമാണ് ഈ ഒരു കാലഘട്ടത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത്. ഞാനും ജോൺ കമ്പാറച്ചനും ഞാനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് കയറി വന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഞങ്ങൾ പല കാര്യങ്ങളെ കുറിച്ചും പങ്കുവെച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു പൊതു ബോധത്തിന് മുമ്പ് അല്ലെ പൊതുധാരണയിലെത്താൻ സാധിച്ചത്, എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ അത് ചേർത്ത് വെക്കുകയാണെങ്കിൽ, ഞാനൊരു ന്യൂനപക്ഷ സമുദായത്തിന്റെ ആളെന്ന നിലയിലല്ല സംസാരിക്കുന്നത്. ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു ന്യൂനപക്ഷത്തിന്റെ മുഴുവൻ പ്രതിനിധി എന്ന് പറയാൻ ഞാനാളല്ല. പക്ഷെ കാണുന്ന ചില ന്യൂനപക്ഷ പ്രകടനങ്ങളെ കുറിച്ചും കാണുന്ന ചില ന്യൂനപക്ഷങ്ങളുള്ള അവഗണനയെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് ഒരു പൊതുവായ ഒരു നിഗമനത്തിലെത്താൻ സാധിച്ചത്, ഇന്ത്യ മഹാരാജ്യം ആര് ഭരിച്ചെന്ന് പറഞ്ഞാലും സ്വസ്ഥതയോടുകൂടെ കിടന്നുറങ്ങുവാൻ ഇവിടുത്തെ നസ്രാണി സമൂഹത്തിന് കഴിയുകയില്ല. അത് ഇവിടുത്തെ വലതായാലും ഇടതായാലും അല്ലെങ്കിൽ മറ്റൊരു വിഭാഗമായാലും അവരുടെയൊക്കെ പ്രകടന പത്രികകളിലൂടെ നമ്മൾ കണ്ടതാണ്. ക്രിസ്തീയ വിശ്വാസങ്ങൾക്കും ക്രിസ്തീയ മൂല്യങ്ങൾക്കും എതിര് നിൽക്കുന്ന പല കാര്യങ്ങൾക്കും വേണ്ടി അതിനൊക്കെ വാശി പിടിച്ചുകൊണ്ട് അതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു പ്രകടന പത്രികയാണ് ഇവര് പൊതുജനത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്നത്. അതേസമയം മറ്റൊരു വിഭാഗം വളരെ പരസ്യമായിട്ട് ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കണമെന്ന് പോലും പറയുന്ന രീതിയിലേക്ക് വിചാരധാര ആയിക്കൊള്ളട്ടെ, അല്ലെ ഓർഗനൈസർ വഴി ആയിക്കൊള്ളട്ടെ, ഏത് വിഭാഗത്തിന്റെ ഏത് പുസ്തകങ്ങളുടെ ആണെങ്കിൽ തന്നെ ക്രിസ്തീയ സമൂഹത്തെ ഇല്ലാതാക്കണമെന്നും വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത്. ആ ഒരു പൊതുബോധം മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ സംസാരിക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ ഇപ്പോൾ ആര് അധികാരത്തിൽ കയറിയെന്ന് പറഞ്ഞാലും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടും. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ
ഇന്ത്യ മഹാരാജ്യം ചർച്ച ചെയ്യുന്നത് വികസനങ്ങളുടെ പേരിലല്ല. ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന ചില സാമൂഹികമായ അവസ്ഥകളെ കുറിച്ചല്ല. എല്ലാവർക്കും പറയാനുള്ളത് മതമാണ്. മതത്തിന്റെ പേരിൽ 2 വോട്ട് 4 വോട്ട് പിടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും കസാര ഉറപ്പിക്കാൻ വേണ്ടി ഈ സാമുദായിക ശക്തികളെ പ്രീതിപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പോലും മുൻപോട്ട് പോകുന്നത്. നമ്മൾ എന്തുകൊണ്ട് ഇവിടുത്തെ ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് മാറുന്നുണ്ട്? മതത്തിന്റെ ചിന്തകൾക്ക് അപ്പുറം മാറ്റി വെച്ചുകൊണ്ട് ഇവർക്ക് പറയാനൊന്നുമില്ല. ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തിക്കൊണ്ട് ഇവിടെ ഭരിക്കുന്നവരായിക്കോട്ടെ, അല്ലെ ഭരണത്തിന്റെ പ്രതിപക്ഷത്തിരിക്കുന്നവരായിക്കോട്ടെ, അവർക്ക് ഈ രാജ്യത്തിന്റെ പൊതുകാര്യങ്ങളെ കുറിച്ച് പറയുവാനായിട്ട് ഒരു കാര്യവുമില്ല. അവരെല്ലാം പരസ്പരം ചെളിവരി എറിയത്തക്കോണം കുറെ മതത്തിന്റെ ചിന്തകൾ പൊക്കി പിടിച്ചുകൊണ്ട് മതാത്മകമായ ചിന്തകൾക്ക് അതീതമായി നിൽക്കാൻ വേണ്ടി അവർക്ക് കഴിയുന്നില്ല. ഇപ്പൊ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് കുറേയേറെ ആളുകൾ അനുകൂലിച്ചും കുറേയേറെ ആളുകൾ വിമർശിച്ച് സംസാരിക്കുന്നു. ഈ വിമർശിച്ച് സംസാരിച്ചവരുടെയൊക്കെ നിലപാടുകൾ ഇന്നെന്താണ്? ഈ അനുകൂലിച്ച് സംസാരിച്ചവരുടെ നിലപാടുകൾ ഇന്നെന്താണ് നമുക്ക് വ്യക്തമല്ല. നമുക്ക് ചില പൊതു കണക്കുകളുടെ വെളിച്ചത്തിൽ നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ക്രൈം ഇൻഡെക്സിൽ ഇന്ത്യ 83-ാം സ്ഥാനം നിൽക്കുകയാണ്. അപ്പോൾ ഈ രാജ്യത്തിന്റെ ഗതി എങ്ങോട്ടാണ്? 2023 സെപ്റ്റംബർ 23 റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ 525 കേസുകളാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് ഒഫീഷ്യൽ കണക്കാണ്. അത് ഇനി റിപ്പോർട്ട് ചെയ്യാത്തതായിട്ട് കുറെ ഉണ്ടാവും, ചെയ്തുണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മുടെ പോവർട്ടി ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ 3% ആളുകൾ ഇന്ത്യയിൽ അങ്ങേയറ്റം ദാരിദ്ര്യത്തിന്റെ നടുവിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് അല്ലെ തൊഴിലില്ലായ്മയുടെ ഗ്രോത്ത് എടുത്ത് നോക്കിയാൽ അല്ലെ അതിന്റെ ഒരു നോക്കിക്കഴിഞ്ഞാൽ 7.6% ആളുകൾക്ക് ഇന്ന് ഈ രാജ്യത്ത് തൊഴിലില്ല. അങ്ങനെ പല പല കാര്യങ്ങളോടുകൂടെ ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാനായിട്ട് ഇവിടെ അല്ല. ഇനി അങ്ങേയറ്റം പോട്ടെ, ബാക്കിയെല്ലാം മാറ്റുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ കണക്കനുസരിച്ച് ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് 143 രാജ്യങ്ങളുമായി പഠിച്ചു നോക്കുമ്പോൾ 126-ാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. വേൾഡ് ഹാപ്പിനെസ് റാങ്കിൽ 126-ാം സ്ഥാനം. ഈ ഇന്ത്യ രാജ്യത്ത് ഒരു സാധാരണക്കാരന് അവൻ ഏത് തൊഴിൽ ചെയ്ത് ജീവിച്ചു കൊള്ളട്ടെ, ഏത് ജീവിത സാഹചര്യങ്ങളും കടന്നു പോകട്ടെ, അവന് സന്തോഷത്തോടുകൂടെ ഇവിടെ കർഷകർക്ക് നിലനിൽപ്പുണ്ടോ? കാർഷിക മേഖലയിലെ പ്രതിസന്ധി നിലനിൽപ്പുണ്ടോ? ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് പ്രൈവറ്റൈസ് ചെയ്ത് പോകുന്നോണ്ടിരിക്കുന്നതല്ലാതെ ഇവിടെ ഏത് കാര്യത്തിലാണ് ഒരു ഗ്രാജുവൽ ഗ്രോത്ത് ഏത് മേഖല നമുക്ക് കാണിക്കാനുണ്ട്? ഇതിനെയൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടിക്ക് ചിന്തകളെയും ഇത്തരം ചർച്ചകളെയും മനഃപൂർവ്വം ബോധപൂർവം വഴി തിരിച്ചുവിടാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗം മതം പറയുക എന്നുള്ളതാണ്. അതാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മതത്തോട് സ്നേഹമുള്ളത് കൊണ്ടോ മതവിശ്വാസികൾ സ്നേഹമുള്ളത് കൊണ്ടോ അല്ല, തങ്ങളുടെ കുറവുകൾ ഒരു മുഖമൂടി എന്ന നിലയിൽ, ഒരു മറ എന്ന നിലയിൽ സംഘപരിവാര ശക്തികൾ അവര് ഹിന്ദുത്വ അജണ്ടയോടുകൂടെ മുൻപോട്ട് വരുമ്പോൾ അവർക്ക് പലതിനും മറക്കാനുണ്ട്. ഇവിടെ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ അവരെ നേരിട്ട് ബാധിക്കുന്ന പൗരത്വ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു സമൂഹം അല്ലെങ്കിൽ പ്രതിപക്ഷം ഭരണപക്ഷമൊക്കെ ഒരുമിച്ചും എതിർത്ത് നിൽക്കുമ്പോൾ ഈ വക വിഷയങ്ങളെ മുന്നിലിട്ടുകൊണ്ട് ആളുകളുടെ മനസ്സിൽ കിടക്കുന്ന ജാതി മത ചിന്തകളെ ഉണർത്തിക്കൊണ്ട് ഈ വക മറ്റു വിഷയങ്ങളിൽ വഴിതിരിച്ചു പിടിക്കുക. ഈ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഇവിടുത്തെ ഒരു സമൂഹം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒന്നും പറയുന്നില്ല. അതിൽ നിന്ന് വ്യക്തമാണ് ഈ മതം പറയുന്നതും കൂടെ നിർത്തുന്നതും ചേർത്ത് പിടിക്കുന്നതും വോട്ടാണ് ലക്ഷ്യം. ക്രിസ്ത്യാനികൾ ഒരു പ്രകടമായ ഒരു വോട്ട് ബാങ്കിൽ വിള്ളലുകൾ ഉണ്ടാക്കാവുന്ന രീതിയിലേക്ക് കേരളത്തിൽ മാറ്റപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് മാറ്റപ്പെടുക. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് പൊക്കോളട്ടെ, ചില പീഡിപ്പിക്കുന്ന അല്ലെ പേടിപ്പെടുത്തുന്ന വീഡിയോകൾ കാണിച്ചുകൊണ്ട് അവരധികാരത്തിൽ വന്നാൽ ശത്രുവിന്റെ ശത്രു മിത്രം, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പേടിപ്പിക്കുന്ന വീഡിയോകളൊക്കെ പോയിട്ടുള്ളത് ചില പ്രത്യേകതരം വിഭാഗത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളുടെ അവരുടെ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളുടെ. അതാരാണെന്ന് നമുക്കറിയാം. ന്യൂനപക്ഷത്തിൽ ബഹുഭൂരിപക്ഷം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ ആളുകളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നേരിടുന്നത് രാഷ്ട്രീയത്തിന്റെയോ അല്ലെ വികസനത്തിന്റെയോ പേരിലല്ല, മതത്തിന്റെ പേരിലാണ്. അതിനി എങ്ങനെ എത്രത്തോളം ബാധിക്കുമെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇതിന്റെ ഭരണം മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കൊക്കെ ഒരു മാധ്യമ സ്വാതന്ത്ര്യത്തോടുകൂടെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റുമെന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മാധ്യമ സ്വാതന്ത്ര്യത്തിന് നോക്കുകയാണെങ്കിൽ ഇന്ത്യ 159-ാം സ്ഥാനം. അപ്പൊ ഈ ഷെക്കിനെ പോലെ അല്ലെങ്കിൽ മുൻനിര ചാനലുകൾക്ക് ഇനി ഇങ്ങനെ ഒരു ചർച്ചകൾക്ക് വേദികൾ ഒരുക്കപ്പെടുമ്പോൾ നമ്മൾ സംശയിക്കേണ്ടിയിരുന്നു. കാരണം എല്ലാ മതവും മതത്തിന്റെ ചിട്ടവട്ടങ്ങളോട് മുൻപോട്ട് പോകുമ്പോൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോവുകയാണ്. പഴയ ജാതി സിസ്റ്റത്തിലെ ചതുർവർണ്ണ രീതിയിലേക്ക് നമ്മൾ പോകേണ്ട ഗതികേട് ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടായെന്ന് വരാം. വികസനമല്ല ലക്ഷ്യം, മതമാണ് ലക്ഷ്യം. അതാണ് ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഒപ്പം തന്നെ ഫാദർ സ്കോട്ട് സ്ലീവ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു എലക്ഷനെ നമുക്ക് മുൻകാല ചരിത്രമൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു പരസ്പരമായിട്ടുള്ള വിമർശനം, അവിടെ വികസനമായിരുന്നു ചർച്ചയാക്കപ്പെട്ടിരുന്നത്. പാവങ്ങളുടെ ഒരു
പ്രവർത്തനങ്ങളായിരുന്നു ചർച്ചയാക്കപ്പെട്ടിരുന്നത്. ഇനി വിമർശനമായിക്കോട്ടെ, അത് പരസ്പരം ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു വിമർശനമായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷേ നമുക്ക് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ പലപ്പോഴും ഈ സൈബർ വാർ റൂമുകളാണ് ഇലക്ഷന്റെ ഗതി എങ്ങോട്ട് പോകണം എന്ന് നിശ്ചയിക്കുന്നത്. ഈ പറയുന്ന പോലെ ടെക്നോളജിയാണ് ഇലക്ഷന്റെ ഗതി എങ്ങോട്ട് പോകണം എന്ന് നിശ്ചയിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ വളരെയധികം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമുദായം, കേരളത്തിലായിക്കോട്ടെ ഭാരതത്തിലായിക്കോട്ടെ, കുറെ കൂടി ഒരു പൊളിറ്റിക്കൽ ഒരു വിവേകത്തിലേക്ക് കാര്യങ്ങൾ കണ്ടറിഞ്ഞ് അത് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു പ്രതികരണത്തിലേക്ക് വരേണ്ട കാലം അതിക്രമിച്ചില്ലേ ഫാദർ സ്കോട്ട് സ്ലിബ? തീർച്ചയായിട്ടും. കാരണം എന്റെ വ്യക്തിപരമായ ഒരു ചിന്ത പറയുകയാണെങ്കിൽ, ഈ കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെയോ ക്രിസ്ത്യാനികളുടെ ഒരു പൊതുധാരണ, അവർക്ക് സമാധാനത്തോടുകൂടെ സ്വസ്ഥതയോടുകൂടി ജീവിക്കണം. അവർക്ക് വലിയ വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങളിലൂടെയോ വലിയ ചേരിതിരിവുണ്ടാക്കി മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ എന്നാണ് എന്റെ ഒരു വിശ്വാസം. അതാണ് കഴിഞ്ഞ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ നാൾ മുതൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ അങ്ങനെ ഒരു ചേരിതിരിഞ്ഞ് ഒറ്റപ്പെട്ട് ആക്രമിക്കുവാനോ ആക്രമിക്കപ്പെടുവാനോ ആഗ്രഹിക്കുന്നില്ല. അവർ സമാധാനത്തോടെ ജീവിക്കണം. അങ്ങനെ സ്വസ്ഥതയോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുറെ ആളുകളുടെ മുമ്പിലേക്കാണ് പലയിടങ്ങളിലും ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യ മഹാരാജ്യത്ത് പലയിടങ്ങളിലും കഴിഞ്ഞ ഒരു 4 മാസം 140-ലധികം ക്രിസ്തീയ പീഡനങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ ഉണ്ടായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അല്ലെ ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങൾ, ഇപ്പോഴും ഇതിനു മുമ്പ് നടന്ന പല വിഷയങ്ങളെ കുറിച്ചും ഉയർത്തിക്കാട്ടിക്കൊണ്ട് പൊതു ബോധത്തിന്റെ മുൻപിലേക്ക് ഇത്തരം ചിന്താധാരകളെ ഇട്ടുകൊടുത്തുകൊണ്ട് ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ഒരു സൈബർ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സൈബർ യുഗത്തിന്റെ ഗുണങ്ങളുണ്ട്, കോട്ടങ്ങളുണ്ട്. ഈ കോട്ടങ്ങൾ ഇത്തരം കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ, ഇത്തരം ചിന്താധാരകളെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഒരു 10-20 വർഷങ്ങൾ കഴിയുമ്പോൾ ഈ നാടിന്റെ യുവജനങ്ങൾ 2050 അല്ലെങ്കിൽ ഈ ഒരു പകുതിയോളം ആകുമ്പോഴേക്കും ഇന്ത്യ മഹാരാജ്യം ലോകത്തെ ഏറ്റവും വലിയ യുവജന ശക്തി ഉള്ള ഒരു രാജ്യമായിട്ട് മാറുമെന്ന് പറയുമ്പോൾ, ആ വർഷങ്ങളിലേക്ക് സ്വപ്നം കണ്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ വികസനത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ അധ്വാനിച്ച ഒരു മനുഷ്യനെ രാജ്യത്തുണ്ടായിരുന്നു, APJ അബ്ദുൽ കലാം. അത്രമാത്രം വികസന സ്വപ്നത്തോടുകൂടെ ഒരു യുവതയുടെ മുഴുവൻ കഴിവിനെയും ഈ ഇന്ത്യ രാജ്യത്ത് നിലനിർത്തിക്കൊണ്ട് ഇവിടുത്തെ GDP വർദ്ധിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വികസന ചിന്തകളോടുകൂടെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറിയ ഇടങ്ങളിലാണ് ഇത്തരം ചില വീഡിയോകളും ഇത്തരം ചില സംഭവങ്ങളും സൈബർ യുഗത്തിന്റെ സഹായത്തിൽ ആളുകളുടെ മുമ്പിലേക്ക് ഇട്ടുകൊണ്ട് പേടിപ്പിച്ച് വോട്ട് ചെയ്യുക. പണ്ട് കാലങ്ങളിൽ ഒരുപക്ഷെ ഉൾനാടുകളിൽ ചില ആളുകൾ പറയും നിങ്ങൾ അവിടെ ചെയ്യണം ഇവിടെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെ ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഇത് ഒരു പേടിപ്പിച്ച് വോട്ട് ചെയ്ത് ചിലരെ മാറ്റി നിർത്തുക, ചിലരെ കയറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെ സംഭവം ഒരു ചുരുക്കം പറഞ്ഞാല് മതത്തിന്റെ പേരിൽ പേടിപ്പിക്കുക. അതാണ് ഈ ഒരു സൈബർ യുഗം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. ശ്രീ അമൽ ശ്രീക്, അങ്ങ് ഒരു യുവജന പ്രതിനിധിയാണ്. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വളരെയധികം ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഒരു പശ്ചാത്തലം അങ്ങേക്കറിയാലോ. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ കാലയളവിൽ വളരെയധികം വ്യാജ വീഡിയോകളുടെ ഒരു പ്രളയം, അത് ഭൂരിഭാഗവും തന്നെ ക്രൈസ്തവ സമൂഹത്തെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഈ സൗത്ത് അമേരിക്കയിലും അങ്ങനത്തെ ഇടങ്ങളിലൊക്കെ നടക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് നടക്കുന്ന പല സംഭവങ്ങൾ അത് ഇന്ത്യയുടെ ഉള്ളിലാണ് നടക്കുന്നത്, അല്ലെങ്കിൽ അത്തരം വീഡിയോസിൽ കാണിക്കുന്നത് ക്രൈസ്തവരെയാണ് എന്നൊക്കെ പറഞ്ഞ് പല വീഡിയോസ്, ഞാൻ ഒന്നും പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശക്തി പ്രാപിക്കുന്നു. അത് ഇനി വരും വർഷങ്ങളിലും ഇതിന്റെ രൂക്ഷത തീവ്രമാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ടെക്നോളജിയൊക്കെ നമുക്കറിയാം വളരെയധികം വികസനം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു ഫാക്ട് ചെക്കിംഗ് ഒരു മെക്കാനിസം, പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ തന്നെ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു ഫാക്ട് ചെക്കിംഗ് മെക്കാനിസം വരേണ്ടതല്ലേ? ഒപ്പം ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരം വീഡിയോസ് ഒക്കെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് യുവതലമുറയാണ്. അപ്പോൾ ഇത്തരം വ്യാജ വീഡിയോസ്, അതിന്റെ ഉറവിടം അത് എന്താണ്? ഈ പ്രചരിപ്പിക്കുന്നവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ പ്രത്യേകിച്ച് വളർന്നു വരുന്ന യുവതലമുറയ്ക്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവ യുവതലമുറയ്ക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ശ്രീ അമൽ ശ്രീക്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളൊക്കെ പടച്ചു വിടുന്നതിന്റെ പിന്നിലെല്ലാം ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. ആരും ചുമ്മാ ഒരാവശ്യത്തിനായിട്ട് ഒരു വ്യാജ വാർത്ത സൃഷ്ടിക്കാനായിട്ട് വരുന്നില്ല. പക്ഷെ എല്ലാം ഒരു അജണ്ട അല്ലെങ്കിൽ എന്തൊക്കെയോ താല്പര്യങ്ങൾ പേര് നിൽക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ വ്യക്തികള്, അവരാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നത്.
ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പിന്നിലുള്ള ഐഡിയോളജി എന്താണെന്ന് കൂടെ നമ്മൾ ചിന്തിക്കണം. ആരാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്, ആരാണ് ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നത്, ആരാണ് ഇവർക്ക് ഫണ്ട് കൊടുത്ത് ഇത്തരത്തിൽ പ്രവർത്തനത്തിലേക്ക് കടത്തി വിടുന്നു എന്നുള്ളത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കേണ്ടതും കണ്ടുപിടിക്കേണ്ടതും പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് ഇവരെ എത്തിക്കേണ്ടതുമാണ്. കാര്യം ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നത് വഴി അവിടെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നത് വലിയൊരു സമൂഹമാണ്. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വ്യക്തികളും ഒരേ സമയം അല്ലെങ്കിൽ ഒരു വാർത്ത കാണുക അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുന്ന അതേ സമയം തന്നെ ഈ വാർത്തയുടെ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ എല്ലാ എന്താണ് സത്യം എന്ന് അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് പോകുന്ന ഒരു അവസരമല്ല നമ്മുടെ ലോകം പോകുന്നത്. എല്ലാവർക്കും അവരുടെ തിരക്കുകളുണ്ട്. അതിനിടയിൽ വരുന്ന വാർത്തകളും വീഡിയോകളും കണ്ടുപോവുക, അതിങ്ങനെ ബാക്കിയുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഷെയർ ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു വ്യാജ വാർത്ത രംഗത്തിറങ്ങിയാൽ ആ വ്യാജ വാർത്ത ഒരു അനേകരിലേക്ക് ലക്ഷങ്ങളിലേക്ക് എത്തിയതിനു ശേഷം മാത്രമായിരിക്കും ചിലപ്പോൾ അതിന്റെ സത്യാവസ്ഥ ചിലപ്പം പുറത്തു വരികയും ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ സമൂഹമാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്ത സൃഷ്ടാക്കളായിട്ട് വരുന്നത്. ആ സമൂഹത്തെ കൃത്യമായി നിയന്ത്രിക്കാനായിട്ട് തക്കതായ നിയമ നിർമ്മാണങ്ങൾ നമ്മുടെ സർക്കാർ ഇവിടെ അനുവർത്തിക്കാനായിട്ടുണ്ട്. മാത്രമല്ല സൈബർ പോലീസിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വളരെ ദുർബലമാണ്. നമ്മളിവിടെ വളരെ ദുർബലമായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് സൈബർ പോലീസിംഗ്. അത് ശരിക്കും പറഞ്ഞാൽ ശക്തമായിട്ട് വരേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ടെക്നീഷ്യന്മാരായിട്ടുള്ള ആളുകൾ ഈ സർക്കാർ തലത്തില്, ഈ പോലീസ് തലത്തില് അല്ലെങ്കിൽ അതിന്റെ മേൽത്തരങ്ങളിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അത് ഈ ഒരു കാലഘട്ടത്തിൽ അനിവാര്യമാണ്. അത് അതിവേഗം നമ്മള് നടപ്പിലാക്കിയില്ലെങ്കിൽ നമ്മുടെ സമൂഹം വളരെ വിപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം പറയുവാണെങ്കിൽ ഒരു സംഘടിതമായ ശക്തിയാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സംഘടിതമായ ശക്തി പ്രവർത്തിക്കുന്നത് ദുർബലരായ ശക്തികൾക്ക് മേളിലാണ്. അതായത് ഉദാഹരണം പറയുവാണെങ്കിൽ ക്രൈസ്തവ സമൂഹം ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ കേരളത്തിൽ വളരെ ദുർബലമായ ഒരു സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമ രംഗത്താണെങ്കിൽ നമുക്ക് പറയത്തക്ക വിധത്തിലുള്ള ശക്തികളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണാനില്ല. രാഷ്ട്രീയ മേഖലയിൽ കാണാനില്ല. അതേസമയം തന്നെ നമ്മുടെ ഭരണ മേഖലകളിൽ നമുക്ക് ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ഒരു വ്യാജ വീഡിയോ പ്രൊമോട്ട് ചെയ്ത് വരുവാണെങ്കിൽ അതിനെതിരെ പെട്ടെന്നൊരു കേസ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് പോലീസ് തലങ്ങളിൽ നമുക്ക് അതിന്റെ കൃത്യമായ നിയമ നടപടികളിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുന്നില്ല. മാത്രമല്ല മാധ്യമങ്ങൾ പോലും ഇത്തരത്തിലുള്ള ഒരു വാർത്ത വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ മറച്ചു വെക്കുക, മൂടി വെക്കുക എന്ന രീതിയിലേക്കാണ് പോകുന്നത്. അതിന് സത്യം പെട്ടെന്ന് തന്നെ തുറന്ന സമൂഹത്തിലേക്ക് കാണിക്കാൻ പോലും അവര് ശ്രദ്ധിക്കാറില്ല. അവർ തന്നെ പലപ്പോഴും അത്തരത്തിലുള്ള വാർത്തകളൊക്കെ ക്രൈസ്തവ സമൂഹത്തിനെതിരെ പടച്ചു വിടുന്നതായിട്ടൊരു കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ട് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷൻ കാലഘട്ടത്തിലാണ്. ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും മാധ്യമങ്ങളും രാഷ്ട്രീയ മേഖലയിലുള്ള ആൾക്കാർ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ നമ്മുടെ പശ്ചാത്തലം നോക്കുവാണെങ്കിൽ കൂടുതലായിട്ടും ക്രൈസ്തവരെ BJP-യിലേക്കോ അല്ലെങ്കിൽ ഹിന്ദു വർഗീയ അല്ലെങ്കിൽ മുഖ്യമായും BJP-യിലേക്ക് പോകരുത്, അതിനെതിരെയുള്ള ഒരു ആശയ നിർമ്മാണം നടത്തണമെന്ന ഒരു ആഗ്രഹത്തോടുകൂടെ അവർ ചെയ്തൊരു കാര്യം ഈ പല സ്ഥലങ്ങളിലും ആക്രമണം നടക്കുന്നതെല്ലാം ക്രൈസ്തവനെതിരാണ് എന്ന രീതിയിലേക്ക് മണിപ്പൂരിന്റെ പേര് വെച്ചും മറ്റുമൊക്കെ ആയിട്ട് ധാരാളം വീഡിയോകൾ ഇവിടെ വരികയുണ്ടായി. പക്ഷെ അതേസമയം ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ നമ്മൾ നോക്കുവാണെങ്കിൽ അത്തരത്തിലൊരു വീഡിയോ ഇപ്പൊ രംഗത്തില്ല. ഇലക്ഷന്റെ സമയത്ത് മാത്രമായിട്ട് ഇത്തരത്തിലുള്ള മണിപ്പൂരിലെ വീഡിയോ ആണെന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം വീഡിയോകൾ കടന്നു വരുന്നു. മാത്രമല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അതായത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ ഇലക്ഷന്റെ ആ കൃത്യ ദിവസങ്ങളിൽ തന്നെ പത്രത്തിൽ വലിയൊരു വാർത്ത ഇടുകയാണ്. മണിപ്പൂർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിലാപ വാർത്ത പോലെ ഇടുകയാണ്. മണിപ്പൂരിന്റെ ഒരു ഫുൾ പേജ് കവർ ചെയ്തുകൊണ്ട് മണിപ്പൂര് നിങ്ങൾ നോക്കി കാണുക, ക്രൈസ്തവരെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ രീതിയിലേക്ക് ഒരു വാർത്ത ഇടുകയും ഒരു പരസ്യം ചെയ്യുകയാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണിപ്പൂരിന് വേണ്ടി സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ചെയ്തോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് സംസ്ഥാന സർക്കാരിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും നമ്മൾ നോക്കുവാണെങ്കിൽ മണിപ്പൂർ ഒരു ആപത്ത് വന്ന സമയത്ത് അവരെ സഹായിക്കാനായിട്ട് ഒരു തുക വിനിയോഗിക്കുക ഒന്നും തന്നെ ചെയ്തില്ല. നമ്മൾ കാണുകയുണ്ടായി, തുർക്കിയിൽ ഒരു ഭൂകമ്പം ഉണ്ടായപ്പോൾ 4 കോടി രൂപയോളം സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതേസമയം ഇത്രയും തൊട്ടടുത്ത് കിടക്കുന്ന മണിപ്പൂരിൽ ഒരു ആപത്തോ അപകടം ഉണ്ടായപ്പോൾ അവിടെ ഒരു പൈസയായിട്ടോ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ അവിടെയുള്ള കുട്ടികൾക്കായിട്ട് ഇവിടെ പ്രത്യേകമായ സ്കോളർഷിപ്പുകളോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒപ്പം തന്നെ അമൽ ലോക സമാധാനത്തിന് വേണ്ടിയിട്ടും നമ്മുടെ സർക്കാർ ബഡ്ജറ്റിലെ തുക വകയിരുത്തിയിരുന്നു. അതെ, കോടിക്കണക്കിന് രൂപയാണ് ലോക സമാധാനത്തിന് വേണ്ടി വകയിരുത്തുന്നത്. അതേസമയം ഇത്രമാത്രം അടുത്ത് കിടക്കുന്ന മണിപ്പൂർ നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നടക്കുന്ന ഒരു പ്രശ്നത്തില് അവർക്ക് പറയുമ്പോൾ എല്ലായിടത്തും ഭയങ്കര വിപുലമായിട്ടുള്ള സമ്മേളനങ്ങളും എല്ലാം അവര് പ്രതിഷേധങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ആത്മാർത്ഥമായ ഒരു സഹായ സമീപനം ഒന്നും തന്നെ അതിനകത്ത് നമ്മൾ കാണുന്നില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായും പറയുകയാണെങ്കിൽ ഒരു ന്യൂനപക്ഷ സ്നേഹമല്ല, ന്യൂനപക്ഷ വോട്ട് സ്നേഹമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ന്യൂനപക്ഷങ്ങളോടുള്ള സ്നേഹമല്ല, പകരം ന്യൂനപക്ഷങ്ങളുടെ വോട്ടിനോടുള്ള ഒരു ആർത്തിയോ അല്ലെങ്കിൽ അതിലൊരു സ്നേഹം, ഒരു തരത്തിലുള്ള ആത്മാർത്ഥത, അതൊരു സ്നേഹമാണ് പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് കാണിക്കുന്നത്. അതിലെ പ്രഥമമായ ലക്ഷ്യങ്ങൾ സമീപനങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞ ഇടങ്ങളിൽ കണ്ട അവരുടെ പ്രകടന പത്രികകളിലും മാത്രമല്ല ഈ രാഷ്ട്രീയ പ്രസ്ഥാന വേദികളിൽ അവരുടെ പ്രസംഗങ്ങളിൽ നമ്മൾ കണ്ട കാര്യങ്ങളാണ്. അതായത് ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പം നമ്മൾ കോൺഗ്രസിനെ പറ്റി പറയുവാണെങ്കിൽ കോൺഗ്രസ് പ്രകടന പത്രിക ഇറക്കിയായിരുന്നു. ആ പ്രകടന പത്രികയിൽ ക്രൈസ്തവർക്ക് അനുകൂലമായിട്ടോ ക്രൈസ്തവർക്ക് വേണ്ടിയോ യാതൊരു ശബ്ദങ്ങളും നമ്മൾ കാണുന്നില്ല. അതേസമയം മുസ്ലിം ന്യൂനപക്ഷത്തിന് വേണ്ടിയൊക്കെ ആയിട്ട് അതിനകത്ത് ശബ്ദങ്ങളൊക്കെ മുറവിളി കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അതിനെ നമ്മുടെ BJP ഒരു ആയുധമാക്കി എടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ക്രൈസ്തവരെ തിരസ്കരിക്കുന്നു എന്നൊരു ചോദ്യം അവിടെ വളരെ പ്രധാനമാണ്. ഇതേ സമയം ഈ കോൺഗ്രസ് തന്നെ മണിപ്പൂരിന് വേണ്ടി വിലപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം കാര്യങ്ങൾ ക്രൈസ്തവരെ ഒന്ന് പൂട്ടാനായിട്ട് ഇവർ ചെയ്യുന്നുമുണ്ട്. അതേസമയം ആത്മാർത്ഥമായിട്ട് ക്രൈസ്തവർക്ക് വേണ്ട സംവരണ കാര്യങ്ങളോ അല്ലെങ്കിൽ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ജനസംഖ്യ കുറഞ്ഞു പോകുന്നതുകൊണ്ട് അതിനായിട്ട് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളതോ, ഇവിടെ കേരളത്തിൽ ഒരു JB കോശി വന്നിട്ട് ആ ഒരു കമ്മീഷന്റെ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാനായിട്ടോ അല്ലെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളോ പ്രതിപക്ഷത്ത് ഇരുന്നുകൊണ്ട് അവർ ചെയ്യാനായിട്ട് ഒന്നും തന്നെ മെനക്കെടുന്നില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ കാണേണ്ടതാണ്. മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനാ സംരക്ഷണമാണെന്നാണ് കോൺഗ്രസ് ഒക്കെ ഈ ഒരു ഇലക്ഷൻ കാലഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ കോൺഗ്രസ് ഞാൻ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അത് BJPക്ക് അനുകൂലമായിട്ട് ഒന്നും തന്നെയല്ല. BJP ഉയർത്തുന്ന ഹിന്ദുത്വ ആ ഒരു എന്താ പറയുക ചായവും അത് സൃഷ്ടിക്കുന്ന ആ ഒരു മതവിവേചനവും എല്ലാം തന്നെ ഇവിടെ ചോദിച്ചിന് ആളുടെ തന്നെയുണ്ട്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭരണഘടന സംരക്ഷിക്കണം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു ആത്മാർത്ഥ സമീപനമാണോ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ അവിടെ സർദാർ വല്ലഭായ് പട്ടേലിനെ അഡ്വൈസറി കമ്മിറ്റി ചെയർമാനായി വെച്ചുകൊണ്ട് സംവരണത്തെ പറ്റിയുള്ള ചർച്ചാ വിഷയം വന്നു. ആ സംവരണ ചർച്ച വിഷയം വന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികളിലെയും മറ്റ് സംഘടനാ നേതാക്കളുടെയും മത നേതാക്കളും എല്ലാം തന്നെ അവിടെ സന്നിഹിതരായിരുന്നു. അവിടെ നടന്ന ചർച്ചയിൽ മതങ്ങൾ അവരുടെ സംവരണം വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യമാണ് അവിടെ സർദാർ വല്ലഭായ് പട്ടേൽ അഡ്വൈസറി കമ്മിറ്റി ചെയർമാനായിരിക്കെ പുതിയ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അതിനകത്ത് മുസ്ലിം പ്രതിനിധിയായിട്ടുള്ള ആളുകളൊക്കെ കൃത്യമായിട്ട് പറയുന്നു, ക്രിസ്ത്യൻ പ്രതിനിധിയും സിഖും ജൈനനുമായിട്ടുള്ള പ്രതിനിധികളെല്ലാം കൃത്യമായിട്ട് പറയുന്നു, മതത്തിന്റെ പേരിൽ രാജ്യം വിഭജിക്കരുത്. ആ മതത്തിന്റെ പേര് രാജ്യം വിഭജിക്കാൻ ഒരു കാരണം സംവരണത്തിലൂടെ ആകുമെങ്കിൽ ആ സംവരണം ഞങ്ങൾ വിട്ടുതരുന്നു എന്നാണ് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടാണ് ഈ ന്യൂനപക്ഷ മതവിഭാഗങ്ങളെല്ലാം അവർ സംവരണം വിട്ടുകൊടുക്കുന്നത്. അത് കൃത്യമായിട്ട് നമുക്ക് കാണാം. തജാമുൽ ഹുസൈൻ എന്ന് പറഞ്ഞ മുസ്ലിം പ്രതിനിധിയാകട്ടെ, നമ്മുടെ ജെറോം ഡിസോസ് എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ പ്രതിനിധിയാകട്ടെ, അവരൊക്കെ അവിടെ പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കൃത്യമായിട്ടും രാജ്യത്ത് മതത്തിന്റെ പേരിൽ ഒരു വിഭജനം സംവരണത്തിലൂടെ പാടില്ല, ഒരു തരത്തിലൊരു വിഭജനം പാടില്ല. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു രാജ്യം ഭരിക്കണം, രാജ്യത്തിന്റെ നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്, ഇന്ത്യക്കാരെന്നെ അഭിമാനം കൊള്ളണമെന്ന് പറഞ്ഞാണ് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാണ് നമ്മുടെ ഭരണഘടന രൂപീകരിക്കുന്നത്. പക്ഷെ ആ ഭരണഘടന സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആവശ്യം ഉന്നയിക്കുന്ന ആളുകൾ തന്നെ മതത്തിന്റെ പേരിൽ അവിടെ സംവരണം കൊടുക്കണമെന്നും അതേപോലെ തന്നെ ജാതി സെൻസസ് നടത്തി ജാതിയുടെ പേരിൽ ആൾക്കാരെ വിഭജിക്കണമെന്നും ഒക്കെ ഉള്ള ഒരു ആശയം വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ഒരു ആത്മാർത്ഥ സമീപനം ഉണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് BJP ഉയർത്തുന്ന ആ ഒരു ഹിന്ദുത്വ അജണ്ടയാണ്. ആ ഹിന്ദുത്വ അജണ്ടയുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതപരമായിട്ടൊരു ആശയത്തെക്കാൾ ഒരു സാംസ്കാരികപരമായിട്ടൊരു ആശയത്തിൽ ഊന്നിയാണ് ഇവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്ത് സാംസ്കാരികപരമായിട്ട് ഹിന്ദു ആശയത്തിനാണ് പ്രാധാന്യം. ക്രൈസ്തവരുടെയോ മുസ്ലിമിന്റെയോ ഒക്കെ ആശയത്തിനൊക്കെ ഒരു സെക്കൻഡറി പദവിയേ ഉള്ളൂ. അത് ഒരു എന്താ പറയുക, ഇവർക്ക് അത്രമാത്രം ഒരു അവകാശം പറയാനായിട്ടുള്ള ഒരു സാധ്യത ഇവിടെ ഇല്ല എന്ന രീതിയിലേക്കും ഒരു ഒരു നിലയിൽ നിന്ന് താഴെ നിലയിലേക്ക് ഈ ഒരു മറ്റ് ന്യൂനപക്ഷ സമൂഹങ്ങളെ നിർത്താനായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു വകപോക്ക് ഇവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതിനെ ശരിക്കും വളരെ ശക്തമായി നമ്മൾ എതിർക്കണം. പക്ഷെ അതോടൊപ്പം തന്നെ ഈ എതിർക്കുന്നവർ തന്നെ ഇതിന് കൂപ്പ് കൂട്ടുന്ന ആ ഒരു പ്രവണത ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തേണ്ടതായിട്ടുണ്ട്. ആ സമീപനം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ഒരു സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കാരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഈ ജാതിമത ഈ വേർതിരിവ് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ കക്ഷികളോട് കൃത്യമായും ഈ കാര്യങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ട് ഇതിനൊരു എന്താ പറയുക ഒരു തടയിടണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒപ്പം തന്നെ അമൽ, മറ്റൊരു കാര്യം കൂടി, ഇത്തരത്തിൽ വികസനം എന്ന കാര്യത്തെക്കാൾ അപ്പുറം പ്രത്യേകിച്ച് നമുക്ക് യുവജനങ്ങളുടെ ഒരു ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് സംസാരിക്കാം. അങ്ങനെ യുവജന പ്രതിനിധി കൂടിയാണല്ലോ. യുവജനങ്ങൾ വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. കേരളത്തിന്റെ ഒരു സിനാരിയോയിൽ നോക്കുകയാണെങ്കിൽ വിദേശ കുടിയേറ്റം, ഇവിടെ നാട്ടിൽ നിന്നാൽ ജോലി ലഭിക്കാത്ത അവസ്ഥ, അത്തരത്തിലുള്ള പല വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഈ മുന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് ഈ സംവരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, തൊഴിൽ സാധ്യതകൾ, ഒപ്പം തന്നെ നമുക്കറിയാം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഒരു ക്വാളിറ്റിയുടെയൊക്കെ ഒരു അഭാവം ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ മുഖ്യധാര പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ ഈ പറയുന്നത് പോലെ ഈ മതം ചർച്ചയാക്കുന്നു, വർഗീയത ചർച്ചയാക്കുന്നു.
അത് എത്രത്തോളം ഒരു നിസ്സംഗത ഒരു മനോഭാവം യുവ വോട്ടർമാരുടെ ഇടയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് അങ്ങയുടെ ഒരു നിരീക്ഷണത്തിൽ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു നിരീക്ഷണത്തിന്റെ ഫലമാണ് ഈ പോളിംഗ് റേറ്റിൽ വന്ന ഒരു കുറവെന്ന് പറയാം. കാര്യം പോളിംഗ് റേറ്റിൽ ഈ തവണ നമ്മുടെ ഇലക്ഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് നോക്കാം, നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും തന്നെ പോളിംഗ് ശതമാനം വളരെ കുറവാണ്. പല പല കാരണങ്ങൾ കാണാം. പക്ഷെ അതിനകത്ത് ഒരു കാരണം എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ്. ഈ രാഷ്ട്രീയ പാർട്ടികള് വികസനം കൃത്യമായി ചർച്ച ചെയ്യാതെ, അതിനെ അഡ്രസ് ചെയ്യാതെ, ഇവിടെ ഒരു ജോലിക്കായിട്ട് വരുന്ന ഒരു യുവാവിനെ കൺസിഡർ ചെയ്യാതെ, അതായത് എല്ലാ ആൾക്കാരുടെയും പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ് ജോലി തന്നെയാണല്ലോ. അത്തരത്തിലുള്ള ഒരു ജോലി സാധ്യതകൾ സൃഷ്ടിക്കുന്നതിനെ പറ്റി ഒന്നും ഇവർ ചർച്ച ചെയ്യുന്നില്ല. ഈ രാജ്യത്ത് നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന വികസനങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നില്ല. വികസനങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. മാത്രമല്ല, ഞങ്ങൾ നിങ്ങൾക്ക് ഇന്നത് തരാം എന്ന രീതിയിലേക്കല്ല പറയുന്നത്. അതേസമയം നീ ഇന്ന മതമാണെങ്കിൽ നീ പ്രശ്നത്തിലാണ്, ഞങ്ങൾ ഇതിനെ സംരക്ഷിക്കാം, ആ രീതിയിലേക്ക് മാത്രമായിട്ട് പറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലൂടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതിന് ഒരു പ്രധാന കാരണം നല്ലൊരു ശതമാനം ആൾക്കാരും ഈ വോട്ട് ചെയ്യുന്നതിനുള്ള നിസ്സംഗത അവിടെ പുലർത്തുന്നു എന്നുള്ളത് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചോളം ഇന്നും അവർ പലപ്പോഴും മതമാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഈ മതം മുന്നോട്ട് വെച്ച് തന്നെ കുറെ വോട്ട് മേടിക്കാൻ സാധിക്കുമെന്നുള്ളത് ഈ കഴിഞ്ഞ കാലത്ത് ഈ BJP ചെറുതായിട്ട് രാജ്യത്ത് മുന്നോട്ട് കയറി വന്നതിന് ഒരു പ്രധാന കാരണം ഈ മതം ഉന്നയിച്ചുകൊണ്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളും ഈ രീതിയിൽ തന്നെ വികസനത്തെക്കാൾ ഉപരി തന്നെ മതം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വോട്ട് വീഴാൻ സാധ്യതയുണ്ടെന്നുള്ള കൺസെപ്റ്റ് ഇവരിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ സംശയം. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും യുവാക്കളോ അല്ലെങ്കിൽ ഈ നാടിന്റെ പുരോഗതിയോ വികസനമോ അല്ല പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് വരുന്നത്. അതേസമയം രാഷ്ട്രീയ പാർട്ടികളുടെ നേട്ടം എന്നതിലേക്ക് ഉപരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂനപക്ഷ സ്നേഹമോ അല്ലെങ്കിൽ എന്താ പറയുന്നത് മനുഷ്യരോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി മനുഷ്യന്റെ വോട്ട് അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ വോട്ട്, ആ രീതിയിലേക്ക് വോട്ട് കൊണ്ട് ഞങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാം, അല്ലാതെ നാടിന്റെ വികസനം കൊണ്ട് ഞങ്ങൾക്ക് നേട്ടം ഉണ്ടാകുന്നില്ല എന്ന രീതിയിലേക്കുള്ളൊരു ചിന്തയാണ് ഇപ്പൊ വരുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, വ്യക്തമാണ്. ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിൽ, നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ ഒരു എലക്ഷൻ കാലയളവിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ എലക്ഷൻ മാർക്കറ്റിൽ വിറ്റുപോകുന്ന ഒരു കമ്മോഡിറ്റി, ഏറ്റവും നല്ല രീതിയിൽ വിറ്റുപോകുന്ന ഒരു കമ്മോഡിറ്റി ആയിട്ട് പ്രത്യേകിച്ച് ഈ വർഗീയത വരുന്നു. നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ചില വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനൊരു ഡിമാൻഡുണ്ട്. ആ ഒരു ഡിമാൻഡ് അനുസരിച്ചാണ് ഇവർ ഈ എലക്ഷൻ ആ ഒരു മേഖലയിൽ അവരുടെ ആശയങ്ങളൊക്കെ വിതറുന്നത്. അപ്പോൾ അതിന് ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്നത് പോലെ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത ഈ മതം അല്ലെങ്കിൽ വർഗീയത അവർ വിളമ്പുന്നത്. അപ്പോൾ അത് എത്രത്തോളം ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ഭവിഷ്യത്ത്, പ്രത്യേകിച്ച് ഒരു ഭരണഘടനയിൽ അടിസ്ഥാനപ്പെടുത്തി ഒരു ഭരണം നടക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് എത്രത്തോളം ഒരു ദോഷം അത് ചെയ്യുന്നു. മാത്രമല്ല, ഈ വർഗീയതയ്ക്ക്, ഈ മതത്തിന് എന്തുകൊണ്ടാണ് ഈ അടുത്ത നാളുകളായിട്ട് വളരെയധികം ഒരു ഡിമാൻഡ് ഈ എലക്ഷൻ മാർക്കറ്റിൽ ലഭിക്കുന്നത്? ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിൽ. വർഗീയത അതല്ലെങ്കിൽ മതചിന്തകള് എന്ന് പറയുന്നത് ഇപ്പോൾ രാഷ്ട്രീയത്തിലെ വളരെ പ്രാമുഖ്യം നേടിയ ഒരു കാലഘട്ടത്തിലാണ് ഇലക്ഷൻ പ്രചരണങ്ങൾ നടക്കുന്നത്. എന്നാൽ ഇത് പ്രത്യക്ഷത്തിൽ ഇന്ന് പ്രചരണായുധമാക്കുമ്പോൾ ഈ ഇന്ത്യൻ ജനാധിപത്യത്തിലെ പരോക്ഷമായിട്ട് എല്ലാ കാലത്തും ഈ ഇലക്ഷനില് ഇതൊരു ആയുധം തന്നെയാണ്. പരോക്ഷമായിട്ടാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങളെ കാൻഡിഡേറ്റ്സിനെ നിർത്തുന്നത് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അതിന്റെ ഒരു മാനദണ്ഡം എല്ലാ മതങ്ങൾക്കും ആനുപാതികമായ പ്രാതിനിധ്യം ഉണ്ടാകണം എന്നുള്ള ചിന്താധാരയിൽ നിന്നാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. കാൻഡിഡേറ്റ്സിന്റെ ഇമ്പോർട്ടൻസിനേക്കാൾ കൂടുതൽ മതത്തിന്റെ പ്രാതിനിധ്യം അല്ലെങ്കിൽ മതവിശ്വാസങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനുള്ള ഒരു വ്യഗ്രത ഇത്തരം സോക്കോൾഡ് വിപ്ലവ പാർട്ടികൾക്ക് വരെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. രണ്ടാമത്തത്, നമ്മുടെ നാട്ടിൽ ഈ തീവ്രവാദ ചിന്തകള് അത് എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പോൾ ഈ കാലത്ത് മാത്രമല്ല, ഇക്കാലത്ത് അത് കൂടുതൽ എടുത്ത് പ്രയോഗിക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ എടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും എനിക്ക് തോന്നുന്നു പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ നാട്ടിൽ ഈ മതചിന്തകളും തീവ്രവാദങ്ങളും ഇവിടെ ഉണ്ട്. ഞാൻ ഉദാഹരണത്തിന് പറയാം, കോൺഗ്രസ് ആണ് കഴിഞ്ഞ 5-6 പതിറ്റാണ്ട് നമ്മൾ ഭരിച്ചുകൊണ്ടിരുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ക്രൈസ്തവ സമൂഹത്തിന് നേരെയുള്ള തീവ്രവാദികളുടെ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പലരും വധിക്കപ്പെട്ടിട്ടുണ്ട്. സിസ്റ്റർ റാണി മരിയയുടെയും ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഒക്കെ ഉദാഹരണങ്ങൾ അവിടെ നിൽക്കുന്നു.
അപ്പൊ അത് എല്ലാ കാലത്തും അത്തരത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങള് പ്രവർത്തിക്കുന്നുണ്ട്. അന്നൊന്നും ഭരണാധികാരികള് അതിനെതിരെ ശബ്ദമുയർത്താനോ അതിന് ശക്തമായിട്ട് അടിച്ചമർത്താനോ ഒരു പരിശ്രമം നടത്തിയിരുന്നില്ല എന്നുള്ളതും നമ്മുടെ മുമ്പിൽ അത് പച്ചയായ യാഥാർത്ഥ്യമാണ്. അവിടെ ഇവിടെയൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് അതിനെ കാണിച്ച് ലഘൂകരിക്കുക എന്നുള്ളത് കഴിഞ്ഞു. എന്നാൽ ഈ കാലഘട്ടത്തിൽ അതിനെ ഈ അന്നത്തെ ഭരണകക്ഷിയിൽ പ്രതിപക്ഷത്തായപ്പോൾ അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിൽ ഒരു പ്രചരണായുധമാക്കുന്നുണ്ട് എന്നത് ഒരു വശത്ത്, ഇടത് പ്രസ്ഥാനങ്ങൾ അതിനെ നല്ലവണ്ണം ഉപയോഗപ്പെടുത്തുന്നത് മറുവശത്ത്. അതേസമയത്ത് മതത്തിന്റെ പേരിൽ അത് തുറന്നു പറഞ്ഞ് വോട്ട് പിടിക്കാൻ മടിയില്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ മൂന്നാമതൊരു വശത്ത്. അതവിടെ ഉണ്ട്. പണ്ട് പതിയിരുന്ന് അറ്റാക്ക് ചെയ്യുകയായിരുന്നെങ്കിൽ ഇന്ന് നേരിട്ട് വന്ന് അറ്റാക്ക് ചെയ്യുന്ന രീതി. പതിയിരുന്ന് അറ്റാക്ക് ചെയ്യുന്നതാണ് നേരിട്ട് വന്ന് അറ്റാക്ക് ചെയ്യുന്നതിനേക്കാളും എനിക്കൊന്ന് അപകടകരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പണ്ടിതുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള്, മറ്റ് രാഷ്ട്രീയ പാർട്ടികള്, കോൺഗ്രസ് അടക്കമുള്ളവര് കേന്ദ്രം ഭരിക്കുമ്പോഴും സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ആളുകൾ ഭരിക്കുമ്പോഴും ഒക്കെ കേരളത്തിൽ തന്നെ നമുക്കറിയാവുന്ന മദർ തെരേസയുടെ ആശ്രമങ്ങളടക്കം അറ്റാക്ക് ചെയ്യപ്പെട്ട സംഭവങ്ങൾ നമുക്ക് മറക്കാൻ കഴിയില്ല. അതൊക്കെ ഇവിടെയും സംഭവിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ തന്നെയാണ്. അതൊരു വശത്ത്. ഇന്ന് പക്ഷേ മറ്റുള്ളവര്, അന്ന് ഭരണപക്ഷത്തായിരുന്നവര് ഇന്നതിനെ നല്ല ഭംഗിയായി പ്രചരണായുധമായിട്ട് ഉപയോഗിക്കുന്നു. ഭരണകക്ഷി മതത്തെ ഒരായുധമാക്കി തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വോട്ട് നേടാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർ അതിനെ ഒരായുധമാക്കിക്കൊണ്ട് അതിനെതിരെ നിലകൊള്ളുന്നു. അതിന് അപകടകരമായ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ മതസംവരണം വേണം എന്നുള്ളത് അല്ലെങ്കിൽ ആ ചിന്താധാര വരുമ്പോൾ സംവരണത്തെ ജാതി സംവരണമാക്കി മാറ്റുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ അപകടകരമാണ് രാജ്യത്തിന്. ജാതി സംവരണം എന്ന് പറയുന്നത് സമൂഹത്തിൽ അനാർക്കി ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തില്, പ്രശ്നങ്ങൾ കൂടുതൽ ഗൗരവതരമാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രശ്നമാണ്. മണ്ഡൽ കമ്മീഷൻ നമുക്കറിയാം, റിപ്പോർട്ടും അതിനോടനുബന്ധിച്ചുണ്ടായ സമരങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ വി പി സിംഗിന്റെ കാലഘട്ടത്തുള്ള സംഭവങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഉണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ ജാതി സംവരണവും മതസംവരണവും നമ്മളുടെ ഒരു ഏറ്റുമുട്ടലായ ഇലക്ഷൻ മാറുകയാണ് എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നു. അത് രാജ്യത്ത് അനാർക്കി ഉണ്ടാക്കുന്നു. അല്ലാണ്ട് ആരും ഇവിടെ സംശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാകുകയോ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രത്തെ പടുത്തുയർത്താനുള്ള പരിശ്രമം നടത്തുകയാണെന്ന് തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. കാരണം ഏതാണോ ആയുധമാക്കാൻ പറ്റുന്നത് വോട്ട് നേടാൻ അത് ആയുധമാക്കിക്കൊണ്ട് അതിന് നാടിന് എത്രമാത്രം കോട്ടം തട്ടിയാലും രാജ്യത്ത് എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അതൊന്നും വിഷയമല്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഭരണത്തിൽ കയറണം എന്ന രീതിയിലാണ് എല്ലാവരും പെരുമാറുന്നത്. ഒരാളും അതിൽ നിന്ന് വലിയ, എനിക്ക് തോന്നുന്നത്, അംഗീകാരം മേടിച്ച് മിടുക്കന്മാരാണെന്ന് പറയാൻ തക്ക വിധത്തിലുള്ള പ്രവർത്തനമൊന്നും ഞാൻ ആരിലും കാണുന്നില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടതാണ്. ആ ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രദ്ധ തിരിക്കൽ രാഷ്ട്രീയം, വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയം, വ്യക്തിഹത്യ രാഷ്ട്രീയം, ഇതൊക്കെ ഇവിടെ ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് ഇലക്ഷനെ ഡൈവേർട്ട് ചെയ്യുന്ന സംവിധാനങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമഗ്രമായി ഉപയോഗിക്കുന്നില്ലേ? അത് രാഷ്ട്രീയത്തിന്റെ വോട്ടിന് വേണ്ടി മാത്രമായിരിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവയെല്ലാം പിറ്റേ ദിവസം കുഴിച്ചുമൂടപ്പെടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ മീമാംസ, ഒരു രാഷ്ട്രമീമാംസ നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് എത്രയോ അപകടകരമാണ്. ഇവിടുത്തെ വിലക്കയറ്റമോ, ഇവിടുത്തെ വന്യമൃഗ ശല്യമോ, ഇവിടുത്തെ പരിസ്ഥിതി പ്രശ്നങ്ങളോ, ഇവിടുത്തെ ആത്മഹത്യാ പ്രവണതകളോ, ഇവിടുത്തെ ബ്രെയിൻ ഡ്രെയിനോ, യുവജന ശക്തി ഒഴുകിപ്പോകുന്നതോ, അല്ലെങ്കിൽ ഇവിടുത്തെ സാമൂഹ്യ മൂല്യങ്ങളെ, സദാചാര മൂല്യങ്ങളെ, കുടുംബ മൂല്യങ്ങളെ തകർത്തെറിയുന്ന വിധത്തിലുള്ള പ്രമേയങ്ങളും പ്രകടന പത്രികകളുമായിട്ട് വരുന്നതോ, അല്ലെങ്കിൽ ഇവിടെ ഒളിഞ്ഞിരുന്ന് അറ്റാക്ക് ചെയ്യുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതോ ഒന്നും ഇവിടെ വിഷയമല്ല. കടക്കണി ഇവിടെ വിഷയമല്ല. വാർഷികകാല പെൻഷൻ പോലും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ ഇവിടെ ചർച്ചാ വിഷയമല്ല. അഴിമതിയും സ്വജനപക്ഷപാതവും അരങ്ങു വാഴുന്ന സമൂഹത്തിൽ അതൊന്നും ചർച്ചാ വിഷയമാക്കുന്നില്ല. രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്ന കാര്യങ്ങൾ ചർച്ചാ വിഷയമാകുന്നില്ല. ചർച്ചാ വിഷയമാകുന്നത് എന്താണ്? ചർച്ചാ വിഷയമാകുന്നത് ചില വ്യക്തി താല്പര്യങ്ങളെ, അല്ലെങ്കിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങളെ, ചില വോട്ട് ബാങ്ക് രാഷ്ട്രീയ താല്പര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രചരണം നടത്തി മറ്റുള്ളതിനെയൊക്കെ തമസ്കരിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് മറച്ചു പിടിക്കുക എന്ന് പറയുന്ന ഒരു മറക്കുടയുടെ സംസ്കാരമാണ് ഇലക്ഷനിൽ നമ്മൾ കാണുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പള്ളി ആക്രമണങ്ങള്, അതുപോലെ തന്നെ ക്രിസ്ത്യൻ വാല്യൂസ്, അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ എന്നാണ് ഇവിടെ ഇല്ലാതിരുന്നത്? പക്ഷെ ഇന്നത് പ്രാമുഖ്യം നേടിക്കൊണ്ട് പ്രചരിപ്പിക്കുമ്പോൾ
അതിനെതിരെ ചെറുവിരൽ പോലും അന്നത്തെ കാലത്ത് അനക്കാത്തവരാണ് ഇന്ന് അത് വലിയ കാര്യമായിട്ട് പൊക്കിപ്പിടിക്കുന്നത് എന്നുള്ളതാണ്. മണിപ്പൂർ വിഷയം ഇവിടെ സൂചിപ്പിച്ചു. മണിപ്പൂർ വിഷയം ഇലക്ഷന്റെ വോട്ട് ഡേറ്റോട് കൂടി കേരളത്തിൽ മണിപ്പൂർ വിഷയത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടെന്നാണോ? അത്തരത്തിലുള്ള രാഷ്ട്രീയമാണ് കേരളം കാണുന്നത്. എനിക്ക് നിങ്ങൾക്കൊന്നും തരാൻ കഴിയില്ല. അത് EWS ആയാലും സ്കോളർഷിപ്പ് ആയാലും മൈനോറിറ്റി അവകാശങ്ങളായാലും ന്യൂനപക്ഷ അവകാശങ്ങളിലായാലും PSC ആയാലും UPSC കോച്ചിങ് ആയാലും അതിനെ ഒന്നും നിങ്ങൾക്ക് അനുവദിച്ചു തരാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ അയൽവക്കത്തെ വീട്ടിൽ പോയി ധർമ്മം തേടിക്കൂ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് കേന്ദ്രത്തിലേക്ക് എല്ലാം ഡയറക്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ഇവിടെ ന്യൂനപക്ഷങ്ങളെ തമസ്കരിക്കുക, ന്യൂനപക്ഷങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒന്നും ചെയ്യാതിരിക്കുക, അതിനുവേണ്ടി വെച്ചിരിക്കുന്ന കമ്മീഷൻ റിപ്പോർട്ടുകൾ JB കൊച്ചി കമ്മീഷൻ അടക്കം നടപ്പാക്കാതിരിക്കുക, അതിനെ ചർച്ച പോലും ചെയ്യാതിരിക്കുക ഇലക്ഷനിൽ എന്ന് പറയുന്നത് എന്ത് രാഷ്ട്രീയമാണ്? ഒരേ വിഷയത്തെ, അതായത് CAA ബില്ലായാലും അല്ലെങ്കിൽ അതുപോലുള്ള പൗരത്വ ബില്ലിന്റെ പേരും പറഞ്ഞ് നാളെ നടന്ന് പ്രസംഗിക്കുന്ന രീതിയാണ് ഇവിടെ കാണുന്നത്. കേരളത്തിൽ ഏത് പൗരനാണ് പൗരത്വ ബില്ലിന്റെ പേരിൽ പൗരത്വം നഷ്ടപ്പെട്ടതെന്ന് ഒരാളുടെ പേരൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. അതേസമയത്ത് കേരളത്തിൽ വാർദ്ധക്യകാല പെൻഷൻ കിട്ടാതെ വിഷമിക്കുന്ന ആയിരങ്ങള് അന്നം വേണ്ടുന്ന ആഹാരത്തിന് അന്നമുട്ടി നിൽക്കുന്നവര്, അവർക്ക് വേണ്ടി ചെയ്യാൻ ഒന്നുമില്ലേ? അത് പ്രചരണായുധമാക്കണ്ടേ? അത് പ്രചരിപ്പിക്കണ്ടേ? അവർക്ക് പകുതി പൈസയെങ്കിലും വാർദ്ധക്യകാല പെൻഷൻ കൊടുക്കാൻ കഴിയണ്ടേ? ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടേ? ചെയ്യുന്നുണ്ടോ? അപ്പൊ നമ്മൾ കാണിക്കുന്നത്, നമ്മൾ ചെയ്യുന്നത്, ഇവിടെ ഭൂരിപക്ഷ വർഗീയത കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷ തീവ്രവാദ വർഗീയത ഒരു പ്രശ്നമല്ല കേരളത്തിൽ. എന്റെ ബോധ്യം അതാണ്. അതേസമയത്ത് ഇവിടെ ന്യൂനപക്ഷ തീവ്രവാദ വർഗീയത പ്രശ്നമാണ്. ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാതെ അതിനെ തമസ്കരിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ വേണ്ടി അത് ഉപയോഗപ്പെടുത്തുന്നു. ന്യൂനപക്ഷ തീവ്രവാദ വർഗീയതയുണ്ട് ഇവിടെ. ആ വർഗീയതയെ കണ്ടെയ്ൻ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അടുത്ത ദിവസവും നമ്മൾ കണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലുന്നതും ചവിട്ടിക്കൊല്ലുന്നതുമായ ദൃശ്യങ്ങള്. ഒരു മതത്തിന്റെ ഒരു ഭാഗത്തിന് നേതാവാണെന്ന് അവകാശപ്പെടുന്ന ആചാര്യനാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ പോലീസിന്റെ കൺമുന്നിൽ നടക്കുന്നു, CCTVയിലുണ്ട്, ആരും ഒന്നും കാണുന്നില്ല. അതെല്ലാം വിട്ടിട്ട് ഇലക്ഷൻ കഴിഞ്ഞത് കേരളത്തിലെ ഭരണാധികാരി വിദേശത്തേക്ക് പോയി. ഇന്ത്യ എന്ന് പറയുന്ന ഒരു സഖ്യത്തിന്റെ മറവിൽ മത്സരിക്കുന്നവര്, ഇന്ത്യയുടെ പ്രചരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയുടെ സംരക്ഷണത്തിലാണെന്ന് അവകാശപ്പെടുന്നവര്, അവർ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രചരണത്തിന് പോലും നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പൊ ഇവിടെയൊക്കെയുള്ള അന്തർധാരകൾ എന്താണ് അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇലക്ഷൻ എന്ന് പറയുന്നതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയവും, ഇലക്ഷനോട് അടുക്കുമ്പോൾ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രാഷ്ട്രീയവും, ഇലക്ഷൻ കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊക്കെ തന്നെ ആലുവപ്പുഴയിലൂടെ ഒഴുകിപ്പോയ അവസ്ഥയിൽ നിൽക്കുന്ന കേരളത്തിന്റെ ഒരു ഇലക്ഷൻ പ്രൊപ്പഗണ്ട. അതിനുപയോഗിക്കുന്നത് സൈബർ മീഡിയ, സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇതിനെയൊക്കെ ഉപയോഗപ്പെടുത്തുക. അത് കഴിയുമ്പം അതെല്ലാം തമസ്കരിച്ചിട്ട് പിന്നെ പുതിയ മേഖലകളിലേക്ക് ഓടിക്കയറി പോവുക, വീണ്ടും ജനങ്ങളെ വിഡ്ഢികളാക്കി നിർത്തുക എന്ന് പറയുന്ന ഒരു സംസ്കാരം കേരളത്തിന് ഒരിക്കലും ഭൂഷണമല്ല. അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അപകടകരമായ സൂചനയാണെന്ന് പറയുന്നത്. ഓക്കെ, വ്യക്തമാണ്. ഫാദർ സ്കോട്ട് സ്ലിബ, പ്രത്യേകിച്ച് നമ്മളൊരു പോസ്റ്റ് ഇലക്ഷൻ ഒരു ചർച്ചയാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ അമൽ ചൂണ്ടിക്കാണിച്ച ഒരു ആശങ്കയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എൻ്റെ ഒരു ചോദ്യം വരുന്നത്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ, കേരളത്തിലെ നടന്ന കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലെ ചില മണ്ഡലങ്ങളിലെ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് അങ്ങ് പ്രതിദാനം ചെയ്യുന്ന പത്തനംതിട്ട, അവിടെ 63%, മാവേലിക്കര 65%, കോട്ടയം 65%, ഇടുക്കി 66%, എറണാകുളം 68%, ചാലക്കുടി, തൃശ്ശൂർ എന്നീ മണ്ഡലങ്ങളിൽ 70%-നടുത്ത് പോളിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു പാറ്റേൺ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ഈ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകൾ, അത് പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ പല പ്രമുഖ മണ്ഡലങ്ങളിലും 65%-നടുത്താണ് പോളിംഗ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഇനി ഈ മണ്ഡല പുനർനിർണയമൊക്കെ സംഭവിക്കാൻ പോകുന്നു. ഈ ഏറ്റവും ഒടുവിൽ നടന്ന മണ്ഡല പുനർനിർണയത്തിൽ ഈ ലോക്സഭാ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ മണ്ഡലം ഇല്ലാതായി. അവിടെ പ്രത്യേകിച്ച് പാല, പൂഞ്ഞാറൊക്കെ ഉൾപ്പെടുന്ന ഒരു മൂവാറ്റുപുഴ മണ്ഡലം ക്രൈസ്തവർക്ക് ഏറ്റവും വളരെയധികം സ്വാധീനമുണ്ടായിരുന്ന മണ്ഡലം ഇല്ലാതായി. ഇനി വരുന്ന പുനർനിർണയത്തിൽ ഞാൻ വായിക്കാനിടയായിട്ടുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ച് പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലെയും ചില മണ്ഡലങ്ങൾ ഇല്ലാതാകും എന്നൊരു ആശങ്ക ജനിപ്പിക്കുന്ന റിപ്പോർട്ട് കാണുവാൻ സാധിച്ചു. അപ്പോൾ ഈ കുറയുന്ന പോളിംഗ് പെർസെൻറ്റേജ്, പ്രത്യേകിച്ച് ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ കുറയുന്ന പോളിംഗ് പെർസെൻറ്റേജ്, അത് ക്രൈസ്തവരുടെ ഒരു വോട്ട് ബാങ്ക്, അതിന്റെ ഒരു പവറിനെ എത്രത്തോളം ബാധിക്കും? പ്രത്യേകിച്ച് ഈ ക്രൈസ്തവർ ഇനി ചില മണ്ഡലങ്ങളിൽ ക്രൈസ്തവർക്ക് നിർണായക സ്വാധീനമുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ക്രൈസ്തവരെ ആ രീതിയിൽ കാണും. പക്ഷേ ഇത്തരത്തിൽ പോളിംഗ് പെർസെൻറ്റേജ് കുറയുന്നു, മണ്ഡലങ്ങൾ ഇല്ലാതാകാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ക്രൈസ്തവർ ഒരു വോട്ട് ബാങ്ക് ഒരു പവറിനെ ഈ ഒരു പോളിംഗ് പെർസെൻറ്റേജ് എത്രത്തോളം ബാധിക്കും? എന്തുകൊണ്ടാണ് ഈ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ ഈ പോളിംഗ് പെർസെൻറ്റേജ് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന രീതിയിൽ കുറഞ്ഞു പോകുന്നത്? ഫാദർ സ്കോട്ട് സ്ലിബ.
ഈ ക്രൈസ്തവ മേഖല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കാലത്ത് ക്രൈസ്തവ ഈ മേഖല എന്ന് നമ്മൾ ഇപ്പോൾ വിശേഷിപ്പിക്കുന്ന ഇടങ്ങളിൽ ഇതിനു മുൻപ് 2-3 ഇലക്ഷനുകളുടെ സമയത്തായിട്ട് പല അവസരങ്ങളായിട്ട് ഇവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എന്നെ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു പത്തനംതിട്ടയിലെ 2 നിയമസഭാ മണ്ഡലങ്ങൾ നഷ്ടമായ സമയത്ത് കല്ലൂപ്പാറയും പത്തനംതിട്ടയും നഷ്ടമാകുന്ന ഇടത്ത് അത് കൂടിയത് മറ്റൊരു ജില്ലയിലാണ്. ആ ജില്ലയിലെ സാമൂഹിക പ്രത്യേകതകൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലത് തന്നെയാണ്. ഇന്ന് 1 നാളെ അത് 8 വർദ്ധിക്കുന്ന രീതിയിലേക്ക് അവിടെ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലകളിലാണ്. ഇപ്പോൾ മധ്യ തിരുവിതാംകൂറിന്റെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ എടുത്തു നോക്കിയാൽ ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഈ നാട്ടിൽ നിൽക്കാൻ കഴിയും. ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഏതാനും വർഷങ്ങൾക്കും അധികം മാസങ്ങൾക്ക് മുമ്പ് ഒരു പറയുകയുണ്ടായി, കേരളത്തിൽ നിന്ന് പോകുന്ന യുവജനങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടി കേരളത്തിൽ പദ്ധതികൾ ഒരുക്കുമെന്ന്. അപ്പോൾ ഒരു ട്രോള് വായിക്കാൻ ഇടയായി. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഒരു ട്രോളിന്റെ ഭാഗമായിട്ട് കണ്ടത്, കേരളത്തിലെ എയർപോർട്ടുകൾ അടച്ചിടാൻ പോവുകയാണോ എന്നൊരു ട്രോള് കണ്ടു. ഈ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു, പദ്ധതികൾ പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞു. അതിനുവേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടെന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ ഈ അടുത്ത സമയത്ത് ഒരു ഇത് കാണാൻ തുടങ്ങിയത്, ഒരു യുവജന സമൂഹത്തിന്റെ ഒരു മുസ്ലിം യുവതയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ട്രെയിനിങ് സെന്ററുകൾ സൃഷ്ടിക്കപ്പെടുകയും കേരളത്തിലെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി, ക്രിസ്തീയ സമൂഹത്തിന്റെ ചെറുപ്പക്കാർക്ക് വേണ്ടി ഇവിടെ എന്ത് പദ്ധതികളും, ഇവിടെ ന്യൂനപക്ഷത്തിന്റെ ഏത് ആവശ്യങ്ങൾ അവർ അംഗീകരിക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം കൂടെ മനസ്സിലാക്കിയാണ് സംസാരിക്കുന്നത്. ഇവിടുത്തെ മുൻപ് ഓർമ്മിപ്പിച്ചത് JB കമ്മീഷന്റെ റിപ്പോർട്ട് ഒന്ന് വായിക്കാനെങ്കിലും ഇവിടുത്തെ പൊതുസമൂഹത്തിന് കൊടുത്തിട്ടുണ്ടോ ഇതുവരെ? അതിനകത്ത് എന്താണ് പറയുന്നതെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് പഠിക്കുവാനായിട്ടെങ്കിലും ഇവിടുത്തെ പൊതുസമൂഹത്തിന് അവർ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കൊടുക്കുന്ന മാത്രം ആർക്കാ? ഏത് ആനുകൂല്യങ്ങളും ഏത് വഴിക്ക് പോയാലും ആനുകൂല്യങ്ങൾ ഒരു സമൂഹത്തിന് മാത്രം. ഞാൻ വർഗീയത പറയുകയല്ല, ചില കാര്യങ്ങൾ പറയാതെ പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് പറയുന്നത്, കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ മാറ്റി നിർത്തിയിട്ട് ഇവിടുത്തെ മുഴുവൻ കാര്യങ്ങളും ഈ ഒരു മുസ്ലിം സമൂഹത്തിന് വേണ്ടി മാത്രം അങ്ങ് റിസർവ് ചെയ്ത് വെച്ചേക്കുക. അത് നമുക്ക് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അത് പറയാനുള്ളത് തന്നെയാണ്, അത് പറയുക തന്നെ വേണം. ഇവിടെ അമൽ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അമലാണെങ്കിൽ ഈ 80:20 വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതികരിക്കാൻ വേണ്ടി അതിന് വേണ്ട മുഴുവൻ സാഹചര്യം ഒരുക്കി കൊടുത്ത ഈ അമലാണ്. അങ്ങനെ പ്രതികരിക്കുന്ന ചെറുപ്പക്കാർ തന്നെയും പിന്നെയും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയാൽ മതി എന്ന് ക്രൈസ്തവ യുവജന സമൂഹം വിചാരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ യുവജനങ്ങൾ ഏത് വിധേനം +2 കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ മറ്റൊരു രാജ്യത്തേക്ക് പോയി എങ്ങനെയെങ്കിലും അവരുടെ ജീവിതത്തെ ഒന്ന് സുരക്ഷിതമാക്കാൻ വേണ്ടി ഇവരെ ഈ നാട്ടിൽ നിലനിർത്താൻ വേണ്ടിക്ക് എന്തു ചെയ്തിട്ടുണ്ട്? എന്തു പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട്? ഇനി നിലവിലുള്ള ആനുകൂല്യങ്ങളിൽ കൃത്യസമയത്ത് കൊടുത്തിട്ടുണ്ട്? ഇനി അല്ല, നിലവിലുള്ള ആനുകൂല്യങ്ങളെ കുറിച്ച് അവർ ഡിക്ലറേഷൻ പ്രഖ്യാപിക്കുമ്പോൾ അവരതിന്റെ വേണ്ടി ഇന്ന ആനുകൂല്യങ്ങൾ ഇന്ന സമൂഹത്തിനുണ്ടെന്ന് പറഞ്ഞ് അതൊക്കെ ഒന്ന് പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇവിടുത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകുന്നുണ്ട്. അതേസമയം സംഘടിതമായിട്ട് കൂട്ടം കൂടിയിരുന്ന് അത് ഏത് വിഭാഗമായാലും ഏത് രാഷ്ട്രീയക്കാരായാലും അത് ഒരു പ്രത്യേക സമൂഹത്തിന് കിട്ടണമെന്നുള്ള ബോധം അവര് രൂപീകരിച്ചെടുത്തു. അത് അവർക്ക് വേണ്ടി മാത്രമായിട്ട് കൊണ്ടു കൊടുക്കാൻ വേണ്ടി അവർ ചാനലൈസ് ചെയ്ത് വിടുന്ന രീതിയിലേക്കൂടെ കാര്യങ്ങൾ മാറ്റപ്പെടുമ്പോൾ ഈ ക്രൈസ്തവ മുൻതൂക്കമുള്ള മണ്ഡലങ്ങളിൽ ആളുകൾ നഷ്ടപ്പെട്ടു പോകും. അതവരെ കുറ്റം പറയാൻ സാധിക്കുകയില്ല. അത് ഈ നാട്ടിൽ ഇവിടുത്തെ അധികാരികൾ ബോധപൂർവം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വ്യക്തമായ അജണ്ടയുടെ ഭാഗത്തിൽ അവരെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്. അതുകൊണ്ടാണ് പിന്നെ കുറെ ആളുകൾ ഈ നാട്ടിലുണ്ട്, അവരോട് വോട്ട് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാൽ അവരുടെ അടുത്ത മറുപടി ഇത്, എന്തിനാ വോട്ട് ചെയ്യുന്നത്? വോട്ട് ചെയ്തിട്ട് എന്ത് പ്രയോജനം? ഈ എന്ത് പ്രയോജനം എന്ന രീതിയിലേക്ക് യുവജനങ്ങളെ ചിന്തിപ്പിക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ പൊതുബോധത്തെ കൊണ്ടുവന്നത് ഇവിടുത്തെ അധികാരികളാണ്. അത് കേന്ദ്രം ഭരിക്കുന്നവരും സംസ്ഥാനം ഭരിക്കുന്നവരും എല്ലാം തുല്യരാണ്. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ 766 ജില്ലാ നേതൃത്വങ്ങളുണ്ടല്ലോ, ജില്ലകളുണ്ടെന്നാണ് നമ്മൾ കണക്കുകൾ മനസ്സിലാക്കുന്നത്. ഈ ജില്ലാ അടിസ്ഥാനത്തിൽ യുവജനങ്ങൾക്ക് വേണ്ടി എന്ത് പദ്ധതികൾ ഇവിടെ രൂപീകരിക്കുന്നുണ്ട്? ഇനി കേരളത്തിലെ 14 ജില്ലകളോട് കേന്ദ്രീകരിച്ച് നോക്കുമ്പോൾ ഈ കേരളത്തിലെ ജില്ലാ യുവജന വിഭാഗം എന്നൊക്കെ പറഞ്ഞ് കുറേയേറെ സമൂഹങ്ങളുണ്ടല്ലോ. ഈ ഒരു സമൂഹങ്ങളൊക്കെ കേരളത്തിലെ യുവജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? വാഴക്കുല ആരുടെയാണെന്ന് അറിയാത്ത നേതാക്കന്മാരാണ് ഇന്ന് യുവജന വിഭാഗത്തെ നയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ മാറി, അതങ്ങ് പോട്ടെ, അതിനെക്കുറിച്ച് പറയാൻ ശരിയല്ല. എങ്കിൽ ഞാൻ പറഞ്ഞു പോകുന്നത് യാദൃശ്യമായിട്ട് സംഭവിച്ചു പോയൊരു തെറ്റായിരിക്കും, എന്തു ആയിക്കോട്ടെ. പക്ഷെ അങ്ങനെ അവരവരുടെ കാര്യം മുന്നേ സ്വന്തമായിട്ട് നോക്കാൻ അറിയാത്തവരാണ് ഇന്ന് യുവജനങ്ങൾ ഉദ്ധരിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പൊ ഈ യുവജനങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറയുന്നതിനകത്ത് അവരെ വോട്ട് ഈ ഒരു ക്രിസ്ത്യൻ മേഖലയിൽ അല്ലെങ്കിൽ ഈ മധ്യ തിരുവിതാംകൂർ വോട്ടുകൾ കുറഞ്ഞത് വലിയ അതിശയിക്കാനൊന്നുമില്ല. ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. 4 ജർമ്മൻ വാക്കുകൾ പഠിച്ച് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയി രക്ഷപ്പെടുക എന്നുള്ള രീതിയിലേക്ക് ഇവിടുത്തെ ആളുകൾ ചിന്തിച്ചു. അങ്ങനെ യുവജനങ്ങൾ പൊക്കോണ്ടിരിക്കുന്നു. ഇനി പ്രാദേശിക തലത്തിൽ തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ യുവജനങ്ങളെ പിടിച്ചു നിർത്താനും നമ്മുടെ യുവജനങ്ങളുടെ വോട്ട് കിട്ടാനും വേണ്ടി പ്രാദേശിക തലത്തിൽ ഇനി കടിപിടി കൂടാൻ പോവുകയാണ്. 2025 ഇവിടുത്തെ തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നമ്മുടെ ആളുകളെ കൂട്ടത്തിൽ കൊണ്ട്
നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ആളുകളെ, അത് മതം നോക്കി തന്നെ, സമുദായം നോക്കി തന്നെ ഓരോ വാർഡിലും ആളുകളെ നിർത്തും. അപ്പൊ നമ്മുടെ ആളുകളെ നിർത്തിയിട്ട് വലിയ ഫ്ലെക്സും വലിയ ആഘോഷമായിട്ട് മതന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിർത്തി. എന്ത് ചെയ്യാൻ വേണ്ടിക്കോ ഒന്നും തന്നെ ഇവർ ചെയ്യുന്നില്ല. അന്നേരം പ്രാദേശിക ലെവലിൽ നമ്മുടെ വോട്ട് വേണം. അടുത്ത ഒരു ലെവലിലേക്ക് നിയമസഭയിലേക്ക് വരുമ്പോൾ നമ്മുടെ വോട്ട് കിട്ടിയില്ലെങ്കിലും ഇവിടെ ജയിച്ചു പോകാനുള്ള വോട്ടൊക്കെ കൃത്യമായിട്ട് ഒരു വോട്ട് ബാങ്കിന്റെ ഭാഗമായിട്ട് ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മളെ കൊണ്ട് ഇവർക്ക് വലിയ ആവശ്യമൊന്നുമില്ല. നമ്മൾ വോട്ട് ബാങ്ക് അല്ലാത്തത് കൊണ്ട് നമ്മുടെ വോട്ട് കുറഞ്ഞാൽ അവർക്ക് വിഷയമൊന്നുമില്ല. പക്ഷെ ഇവിടുത്തെ യുവജനങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അവരെ നിലനിർത്താനോ അവർക്ക് പദ്ധതികൾ രൂപീകരിച്ച് അവരെ മുൻപോട്ട് കൊണ്ടുപോകാനോ അബ്ദുൽ കലാം കണ്ട സ്വപ്നം പോലെ ഇന്ത്യയിലെ അല്ലെ ലോകത്തെ യുവജന നിരയിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. അതുകൊണ്ട് മധ്യ തിരുവിതാംകൂറിലെ വോട്ടുകൾ കുറയുന്നു എന്നുള്ളതാണ് സത്യം. ഓക്കെ, വ്യക്തമാണ്. അവസാനമായി ശ്രീ അമൽ ശ്രീക്, പ്രത്യേകിച്ച് ഈ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൃത്യമായിട്ടൊരു പഠനം നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് അങ്ങ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വൈറലായി മാറിയ പലരും ഷെയർ ചെയ്തൊരു പത്ര കട്ടിംഗ് ഉണ്ട്. പ്രത്യേകിച്ച് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തി ഈ മലബാർ മേഖലയിലെ 2 ജില്ലകൾ ജനസംഖ്യയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു വളർച്ച ഈ മലബാറിലെ 2 ജില്ലകളിലാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നു. മറു സൈഡിൽ ഞാൻ നേരത്തെ അച്ഛനോട് ചോദിച്ച ഒരു ചോദ്യം, ഈ കുറഞ്ഞു വരുന്ന പോളിംഗ് പെർസെൻറ്റേജ് മധ്യ തിരുവിതാംകൂറിലെ ആശങ്ക ജനിപ്പിക്കുന്ന ജനസംഖ്യയിലെ ഇടിവ്, പ്രത്യേകിച്ച് ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ. അപ്പോൾ ഈ ഒരു ജനസംഖ്യയിലെ ഈ ഒരു ഇംബാലൻസ് അത് എത്രത്തോളം ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾ അവരുടെ ഒരു പ്രചരണത്തിൽ, ഇലക്ഷൻ പ്രചരണത്തിൽ അത് പ്രതിഫലിക്കും? അവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രചരണ ആയുധങ്ങളിൽ ഈ ജനസംഖ്യയിലെ ഒരു ഇംബാലൻസ് അത് എത്രത്തോളം ഒരു പ്രതിഫലിക്കും ശ്രീ അമൽ ശ്രീ ഇനി വരുന്ന ഇലക്ഷനുകളിൽ? ഇത് പറയുന്നതിന് മുൻപായിട്ട് ഈ ഒരു ജനസംഖ്യാ വിഷയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ രീതിയിലുള്ള മത വേർതിരിവ് ഇതിലോട്ടൊക്കെയാണല്ലോ പ്രധാനമായിട്ട് നമ്മുടെ രാഷ്ട്രീയ കക്ഷികളെ നയിക്കുന്നത്. അപ്പൊ അത് പറയുന്നതിന് മുന്നായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭരണഘടന ആ ഒരു മേഖലയിലെ ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇതിലേക്ക് കടക്കാം. അതായത് ഈ ഭരണഘടനാ രൂപീകരണ വേളയിലെ ചർച്ചകൾ നമുക്ക് വായിക്കാൻ സാധിക്കും. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റ്സ് പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ റെലവൻസ് സൈറ്റിൽ നമുക്ക് അന്നത്തെ വിവരങ്ങൾ കിട്ടും. അതിൻ്റെ അകത്ത് ചില പ്രതിനിധികൾ പറഞ്ഞ കുറച്ച് വാക്യങ്ങൾ ഒന്ന് വായിച്ച് കേൾപ്പിച്ചിട്ട് ഞാൻ അതിലേക്ക് കടക്കാം. അതിൻ്റെ അകത്ത് നമ്മുടെ മുസ്ലിം പ്രതിനിധിയായിട്ടുള്ള നസ്രുദ്ദീൻ അഹമ്മദ് ആ ചർച്ചയിൽ പറയുന്ന ഇതാണ്: മുസ്ലിങ്ങൾക്ക് സീറ്റ് സംവരണമൊക്കെയാണ്. അപ്പൊ സീറ്റ് സംവരണം ഒക്കെ മുസ്ലിങ്ങൾക്ക് തന്നെ ഹാനികരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാസ്തവത്തിൽ നമ്മൾ സംവരണം അംഗീകരിച്ച് തെരഞ്ഞെടുപ്പിന് പോയാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ബന്ധം വഷളാകും, കൈവരിച്ച സ്ഥിതിയിലെ പുരോഗതി നഷ്ടപ്പെടും, സമീപ ഭൂതകാലത്തില് മുസ്ലിം ഹിന്ദു ബന്ധം ഓർമ്മിക്കപ്പെടുകയും വികാരങ്ങളും കയ്പ് നിറഞ്ഞാവുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അദ്ദേഹം അവിടെ പറയുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു മുസ്ലിം പ്രതിനിധിയായ തജാമുൽ ഹുസൈൻ ഒക്കെ കൃത്യമായിട്ട് പറയുന്നതാണ്, എന്താണ് സീറ്റ് സംവരണം എന്നാണ് അദ്ദേഹം അവിടെ ചോദിക്കുന്നത്. എന്താണ് സാർ സംവരണം? സംവരണം എന്നത് ഒരു ഇളവല്ലാതെ മറ്റൊന്നുമല്ല, ദുർബലർക്കുള്ള ഒരു സംരക്ഷണമാണ് ഇത്. മുസ്ലിങ്ങൾ ഒരു ഇളവും അർഹിക്കുന്നില്ല, സംരക്ഷണം വേണ്ട, ഞങ്ങൾ ദുർബലരല്ല, ഈ ഇളവ് ഗുണത്തേക്കാൾ ഉപരി മുസ്ലിങ്ങൾക്ക് ദോഷം ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ പറയുകയാണ്. ഇതിൽ കൃത്യമായിട്ട് നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യമുണ്ട്. അദ്ദേഹം വീണ്ടും തുടരുകയാണ്, സംവരണമോ പ്രത്യേക ഇലക്ടറുകളോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, രാഷ്ട്രത്തിൽ ലയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, സ്വന്തം കാലിൽ നിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ആരുടെയും പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ ദുർബലരല്ല, ഞങ്ങൾ ശക്തരാണ്, നമ്മളെല്ലാവരും ആദ്യം ഇന്ത്യക്കാരായിരുന്നു, നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്, ഇന്ത്യക്കാരായി തന്നെ തുടരും, ഇന്ത്യയുടെ അഭിമാനത്തിനും മഹത്വത്തിനും വേണ്ടി നമ്മൾ പോരാടും, അതിനായി മരിക്കും, നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കും, ഇന്ത്യക്കാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാകില്ല, ഒറ്റക്കെട്ടായാൽ നാം നിലനിൽക്കും, വിഭജിക്കപ്പെട്ടാൽ നാം വീഴും, ഇതുകൊണ്ട് ഞങ്ങൾക്ക് സംവരണം വേണ്ട, അതിന്റെ അർത്ഥം വിഭജനം എന്നാണ്. ഇനി കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ക്രിസ്ത്യൻ പ്രതിനിധിയായ ജെറോം ഡിസൂസ അവിടെ അസംബ്ലിയിൽ പറഞ്ഞാണ് ശ്രദ്ധിക്കേണ്ടത്, പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രത്യേക സംരക്ഷണങ്ങളും സംവരണങ്ങളും സഹായങ്ങളും നൽകണം, മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല, വ്യക്തിഗത യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ. ഇത് കൃത്യമായും കാണാൻ നിങ്ങൾക്ക് 8ാമത്തെ വോളിയത്തിൽ 91ാമത്തെ ചാപ്റ്ററിൽ 193ാമത്തെ ഖണ്ഡികയിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. സാമൂഹിക പശ്ചാത്തലവും വ്യക്തിഗത മുൻഗണനകളും കുറവുകളും ആവശ്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് അവനെ സഹായിക്കേണ്ടതാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു മനുഷ്യനെ സഹായിക്കേണ്ടത് അവൻ ദരിദ്രനായതുകൊണ്ടാണ്. കാരണം അവന്റെ ജനനവും വളർത്തലും സാമൂഹ്യമായും രാഷ്ട്രീയമായും വിദ്യാഭ്യാസപരമായും പുരോഗതി കൈവരിക്കാനുള്ള അവസരം നൽകാത്തതിനാൽ അത് ചെയ്യണം. അവൻ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഹിന്ദുവോ ബ്രാഹ്മണനോ ബ്രാഹ്മണനല്ലാത്തവനോ
പട്ടികജാതിക്കാരനോ ആയാലും പ്രശ്നമില്ല. അവന്റെ വ്യക്തിഗത ആവശ്യങ്ങളിൽ എല്ലാ പിന്നോക്ക വിഭാഗങ്ങളോടും പിതൃത്വ മനോഭാവമുള്ള ഒരു യഥാർത്ഥ ജനാധിപത്യ സർക്കാർ അവരെ സഹായിക്കാൻ വരും. അല്ലാതെ വർഗീയമോ മതപരമോ ആയ വർഗീയതയുടെ അടിസ്ഥാനത്തിലല്ല. ഈ രീതിയിൽ നവ ഇന്ത്യയുടെ ജനാധിപത്യം അത് പരിണമിക്കേണ്ട വിധത്തിൽ വികസിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിലൂടെ ജനാധിപത്യത്തിന്റെ തത്വങ്ങൾ പ്രയോഗിക്കുന്നതിൽ അത്ര വിജയിച്ചിട്ടില്ലാത്ത മറ്റുള്ളവർക്കും ലോകമെമ്പാടുമുള്ള സാമൂഹികവും അന്തർദേശീയവുമായ സമാധാനത്തിന് പ്രയോജനകരമാകും. ഇത് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിക്കുന്ന വേളയിൽ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ പറഞ്ഞതാണ്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ഭരണഘടന ഇത്ര സുന്ദരമായിട്ട് നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് ഉയർത്തി കാണിക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ മതത്തിന്റെയോ ജാതിയുടെയോ ഒന്നും വിഭജനം അല്ല ഇന്ത്യയിൽ വേണ്ടതെന്നും കൃത്യമായ ഒരു മനുഷ്യനെ വെച്ചുകൊണ്ട് അവന്റെ പുരോഗതിയാണ് ഇവിടെ വേണ്ടതെന്നും പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത്. പക്ഷെ ഇന്ന് നടക്കുന്ന കാര്യം എന്നാ? ഇന്ന് 75 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് 75 വർഷങ്ങൾക്ക് മുൻപ് ആ ഇന്ത്യൻ ഭരണഘടനയിൽ ഇത്ര ചർച്ച മുന്നോട്ട് വയ്ക്കുകയും ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഈ ഭരണഘടന ഇത്ര സുന്ദരമാക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് വരുന്ന രാഷ്ട്രീയ കക്ഷികൾ അവരുടെ ഭരണ നേട്ടത്തിന് വേണ്ടി നടത്തിയ മാറ്റങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം ആധാരം. ഇനി ജനസംഖ്യയിലേക്ക് വരാം. ഈ ജനസംഖ്യ വിഷയം ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഈ ക്രൈസ്തവ ജനസംഖ്യ കേരളത്തിൽ കുറഞ്ഞു പോയത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 1970 കാലഘട്ടം നമ്മൾ നോക്കുവാണെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവരായിരുന്നു ഏറ്റവും കൂടുതൽ ജനനിരക്ക് മുൻപിൽ. അതായത് ക്രിസ്ത്യാനികൾ ജനനിരക്ക് കഴിഞ്ഞിട്ടായിരുന്നു മുസ്ലിങ്ങളെ ഹിന്ദുക്കളിലേക്ക് ജനനിരക്ക് കേരളത്തിൽ 1970 കാലഘട്ടത്തിൽ. ഈ 70 കാലഘട്ടം കഴിഞ്ഞിങ്ങോട്ട് വന്നു പോയപ്പോഴാണ് ക്രിസ്ത്യാനികൾ കേരളത്തിൽ കണ്ടമാനമായിട്ട് കുറഞ്ഞു പോയത്. അവരുടെ ജനനിരക്ക് ഇന്ന് വെറും 13% കിടക്കുവാണ്. വെറും 13% കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ജനനിരക്കും 20%മാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ മരണനിരക്കും കിടക്കുന്നത്. ജനനിരക്ക് 13ഉം മരണനിരക്ക് 20ഉം. അതേസമയം മുസ്ലിം സമുദായത്തിനാണെങ്കിൽ 44% ജനനിരക്ക് കിടക്കുമ്പോൾ 20% അവരുടെ മരണനിരക്ക്. ആ രീതിയിലേക്ക് വലിയൊരു വ്യത്യാസപ്പെട്ട് വരുന്ന ഒരു മതത്തിന്റെ രീതി നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വ്യത്യാസപ്പെട്ടാണ് നമ്മുടെ ഡെമോഗ്രാഫിക് ചേഞ്ച് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. അത് ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ തലത്തിലും സാമൂഹിക തലത്തിലുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്ന അതീതമായിരിക്കും ഇനിയുള്ള കാലഘട്ടത്തിൽ. ഇതിന്റെ ഒരു റൂട്ട് മാപ്പിലൂടെയാണ് ശരിക്കും വരുന്നത് രാഷ്ട്രീയ കക്ഷികൾ നയിക്കപ്പെടുന്നത്. ആ രാഷ്ട്രീയ കക്ഷികളെ ചില തീവ്ര സംഘടനകളൊക്കെ കൃത്യമായും ഇത് മുന്നോട്ട് കാണിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ നിലപാടുകൾ എടുക്കാനായിട്ടും അവരുടെ പ്രകടന പത്രികകൾ ഉണ്ടാക്കാനായിട്ട് പോലും പല കാര്യങ്ങളിലേക്ക് നയിക്കുന്നത്. ഒരു മനുഷ്യന്റെ നന്മയേക്കാൾ ഉപരി മതത്തിന്റെ നന്മയിലേക്കും വിഭാഗത്തിന്റെയോ ജാതിയുടെയോ ഒക്കെ നന്മയിലേക്കും എന്ന രീതിയിലേക്കാണ് ചിന്തിക്കുന്ന ഒരു സമൂഹവും ഒരു രാഷ്ട്രീയ കക്ഷികളും ഇവിടെ മാറും എന്നുള്ളത് വളരെ വേദനാജനകമാണ്. ഇവിടെ കൃത്യമായും കേരളത്തിലെ ക്രിസ്ത്യാനികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ സുരക്ഷിതരല്ല, നമ്മൾ സുരക്ഷിതരല്ല എന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനസംഖ്യയും ജനനിരക്കുമാണ് ഇന്നത്തെ രാഷ്ട്രീയ കക്ഷികൾ കൃത്യമായും ഉപയോഗിക്കുന്നത് എന്ന് അവരുടെ പ്രകടന പത്രികകളിലൂടെയും അവരുടെ ചർച്ചകളിലൂടെയും ഇനിയെങ്കിലും മനസ്സിലാക്കിയേ തീരൂ. മാത്രമല്ല നമ്മുടെ ഇവിടെയുള്ള കോൺസ്റ്റിറ്റ്യുവൻസികളുടെ എണ്ണത്തിൽ കുറവ് വരുന്നതും ഈ ക്രൈസ്തവ മേഖലകളിലാണെന്നുള്ളതും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ ക്രൈസ്തവ മേഖലയിൽ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കുറവ് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ശബ്ദം ഉയർത്തേണ്ട സ്ഥലത്ത് നമ്മുടെ എണ്ണം കുറഞ്ഞു പോവുകയാണെന്നുള്ളത് കൃത്യമായും അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഡെമോഗ്രാഫിക് ചേഞ്ചിനെ കൃത്യമായും കേരളത്തിലെ ക്രിസ്ത്യാനികൾ അഡ്രസ് ചെയ്യണം. അവര് ഇങ്ങനെ ഈ രീതിയിൽ കുറഞ്ഞു പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നാളെ കേരളത്തിൽ നിലനിൽക്കാത്ത ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. കൃത്യമായി രാഷ്ട്രീയ കക്ഷികൾ ഇതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാര്യം ക്രിസ്ത്യാനിക്ക് ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് കിട്ടാത്ത വിധം ക്രിസ്ത്യാനിയെ ഞെരിച്ചമർത്തുകയാണ് ഇവിടെ. ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉള്ള സമൂഹമാണ് എപ്പോഴും വളർച്ച പ്രാപിക്കുന്നത്. മുസ്ലിം സമുദായത്തിന്റെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ സംവരണം OBC സംവരണത്തിലുള്ള 12% മാത്രമല്ല ന്യൂനപക്ഷ ആനുകൂല്യങ്ങളിലുള്ള പ്രാവീണ്യമാണ്. ഈഴവ സമുദായമാണ് മറ്റൊരു സമുദായമായിട്ട് ഇവിടെ വളർച്ച പ്രാപിക്കുന്ന ഒരു സമുദായം. ഈഴവ സമുദായത്തിൽ കൃത്യമായി 14% സംവരണമൊക്കെ നേടിക്കൊണ്ട് കൃത്യമായും നമ്മുടെ സാമൂഹിക തലത്തിലും രാഷ്ട്രീയ തലത്തിലും എല്ലാം തന്നെ അവർ കൃത്യമായി ഒരു പങ്കാളിത്തം അവിടെ കിട്ടിയാണ്. അതായത് ഭരണതലത്തിലൊക്കെ തന്നെ. മാത്രമല്ല ഒരു രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇതുപോലുള്ള സംവരണ വ്യവസ്ഥയിൽ നമ്മൾ തഴയപ്പെടുന്നു. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ തഴയപ്പെടുന്ന ഒരു ക്രൈസ്തവ സമൂഹമായിട്ട് മാറുമ്പോൾ നമ്മുടെ സാധ്യതകൾ കുറയുകയാണ്. ഈ സാധ്യതകൾ കുറയുന്നതിനാണ് നമ്മുടെ വിദേശ പലായനം നടക്കുന്നത്. അതായത് കൂടുതൽ കുട്ടികൾ ഇവിടെ ജോലി സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് വിദേശത്തേക്ക് പലായനം ചെയ്യുന്നത്. അതിനെ തടയിടാനായിട്ട് കൃത്യമായ ക്രൈസ്തവ സമൂഹത്തിലേക്ക് ഒരു സംവരണമോ അതിനടിസ്ഥാനപ്പെട്ട പദ്ധതികളോ ഇവിടെ നടപ്പിലാകുന്നില്ല. മാത്രമല്ല ഒരു അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, പിന്നോക്ക വിഭാഗക്കാർക്കാണ് സംവരണം വേണ്ടത്, ഒരു അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള പാവപ്പെട്ട ക്രിസ്ത്യാനികളുണ്ടല്ലോ, ഇവിടെ SC സംവരണം കിട്ടാൻ അർഹതയുള്ള ക്രിസ്ത്യാനികളുണ്ടല്ലോ, എന്തുകൊണ്ട് അവർക്ക് SC സംവരണം നേടിക്കൊടുക്കുന്നില്ല ഇവിടുത്തെ രാഷ്ട്രീയക്കാര്? ഇവിടെ കോൺഗ്രസ് ഭരണത്തിൽ നിന്നു BJP ഭരണത്തിൽ നിന്നു ഒരു പ്രസിഡന്റിന്റെ ഒരു ഉത്തരവ് മതി ഇവിടെയുള്ള ദുർബലരായ നമ്മുടെ പാവപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് സംവരണം നേടിക്കൊടുക്കാനായിട്ട്.
ആ ഓക്കെ ദളിത് ക്രൈസ്തവരുടെ സംവരണം പോലും ഇവിടെ തഴയപ്പെടുകയാണ്. അതിനൊന്നും ഓക്കെ ഒരു ആത്മാർത്ഥതയും ഇല്ല. ഓക്കെ അപ്പം ഓക്കെ ഈ രീതിയിലേക്ക് പരമാവധി ക്രൈസ്തവ സമൂഹത്തെ ഞെരിച്ചുകൊണ്ട് വരിക. മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട ഒരു കാണുന്ന ഒരു കാര്യമുണ്ട്. ഈ ക്രൈസ്തവ സാന്നിധ്യം കേരളത്തിൽ കൂടുതലായിട്ട് കുടിയേറ്റ മേഖലയിലും കുട്ടനാടൻ മേഖലയിലും ഒക്കെ പിന്നെ തീരദേശ മേഖലയിലുമാണ് കാണുന്നത്. ഈ കുടിയേറ്റ മേഖലയും കുട്ടനാടൻ മേഖലയും തീരദേശ മേഖലയും ഇത്രമാത്രം അപകടാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ അതിനെപ്പറ്റി ചർച്ചയില്ല. അതെ അതിന് മുന്നേ വരെ അതെ കുടിയേറ്റ മേഖലകളിലെ വന്യജീവി പ്രശ്നത്തെ പറ്റിയും മാത്രമല്ല കർഷക പ്രശ്നത്തെ പറ്റിയൊക്കെ ഇവിടെ ഭയങ്കര പ്രതിഷേധമായിരുന്നു. ഉം, ഉം. പക്ഷെ ഇലക്ഷൻ സമയം വന്നപ്പോൾ അതൊന്നും ഒരു വിഷയമല്ല. അതൊന്നും കാണുന്നില്ല. അതെ, വ്യക്തമാണ്. സ്ഥാനാർത്ഥികൾക്ക് അതൊന്നും പറയേണ്ടതായിട്ടുള്ള ഒരു ഓക്കെ ആവശ്യമില്ലാത്ത ഒരു അവസരമാണ് വന്നത്. ഓക്കെ അപ്പൊ കൃത്യമായും ഈ വിഷയങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അഡ്രസ് ചെയ്യാനായിട്ട് ക്രൈസ്തവ സമൂഹവും ക്രൈസ്തവ സമുദായവും മാത്രമല്ല ഇവിടെയുള്ള സാധാരണക്കാരായ എല്ലാ ജനങ്ങളും തന്നെ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. അതിനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വേണം യെസ് യെസ് രാഷ്ട്രീയ കക്ഷികൾ നമ്മൾ നയിക്കാനായിട്ട്. ഓക്കെ എങ്കിൽ മാത്രമേ ഉള്ളൂ സമത്വസുന്ദരമായ ഒരു രാഷ്ട്രീയ പുരോഗതിയും ഒരു രാജ്യ പുരോഗതിയും നമ്മുടെ നാടിന്റെ പുരോഗതിയൊക്കെ ഇവിടെ നടക്കത്തുള്ളൂ. എങ്കിലേ ഉള്ളൂ യുവജനങ്ങൾക്കാണേലും ഈ നാട്ടിൽ നിൽക്കാൻ സാധിക്കും, ഇവിടെ നിന്നാൽ വളരാൻ സാധിക്കും, മുന്നോട്ട് പോകാൻ സാധിക്കും, മുന്നോട്ട് ജീവിക്കാൻ സാധിക്കും, ഒരു സുരക്ഷിതത്വമുണ്ട്, സാമ്പത്തിക സുസ്ഥിരതയുണ്ട് എന്നൊക്കെയുള്ള ഒരു വിശ്വാസത്തിലേക്ക് വരാൻ പോലും സാധിക്കത്തുള്ളൂ. അപ്പൊ ഓക്കെ അതിനായിട്ടുള്ള ശ്രമങ്ങളായിരിക്കണം ഇനിയുള്ള കാലങ്ങളിൽ ഉണ്ടാകേണ്ടതെന്ന് ഓക്കെ പറയുന്നു. ഓക്കെ വളരെ വ്യക്തമാണ്. തീർച്ചയായും മതത്തെക്കാൾ ഉപരി മനുഷ്യന് പ്രാമുഖ്യം നൽകുന്ന, മനുഷ്യന്റെ വികസനത്തിന് പ്രാമുഖ്യം നൽകുന്ന, ജനാധിപത്യത്തിന്റെ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന, എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുന്ന, സമഭാവനയുടെ എല്ലാ വിഭാഗത്തെയും കാണുന്ന ആശയങ്ങൾ ഇലക്ഷൻ പ്രചരണ കാലയളവിൽ മാത്രമല്ല ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ അവർ ഭരണത്തിലേറുമ്പോഴും അത്തരം ആശയങ്ങൾ, അത്തരം പോളിസികൾ, അത്തരം പദ്ധതികൾ നടപ്പാക്കുവാനുള്ള ഒരു ഇച്ഛാശക്തി അല്ലെങ്കിൽ ആർജവം അല്ലെങ്കിൽ ആ ഒരു നല്ലൊരു സംസ്കാരത്തിലേക്ക് വളരുവാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കട്ടെ. ഒപ്പം തന്നെ ക്രൈസ്തവ സമൂഹം കുറെ കൂടി ഒരു വിവേകത്തിലേക്കും ഒപ്പം തന്നെ തങ്ങളുടെ പ്രതിസന്ധികൾ തിരിച്ചറിഞ്ഞ് വിവേകത്തോടുകൂടി തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ വരും ഇലക്ഷനുകളിൽ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ സ്കോട്ട് സ്ലീബ, ഒപ്പം തന്നെ ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, ശ്രീ അമൽ സിറിയക്, 3 പേർക്കും നന്ദി.